ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ ഗുരുഭ്യോ നമ. ഓം നമോ ഗണേഭ്യോ ഗണപതിഭ്യശ്ച വോ നമ. ഓം നമ സഭാഭ്യഃ സഭാപതിഭ്യശ്ച വോ നമ. ക്ഷേത്രം, തന്ത്രി, പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, വേദിയിൽ ഉപവിഷ്ടരായ അധ്യക്ഷൻ, മറ്റു വ്യക്തികളെ, സദസ്സിൽ ഉപസ്ഥിതരായ പുണ്യാത്മാക്കളെ, എല്ലാവർക്കും പ്രത്യേകം സ്നേഹാദരവോടെ വന്ദനവും സ്വാഗതവും ധന്യവാദവും സമർപ്പിക്കുന്നു. ഇന്ന് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമല ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുവാൻ പോകുന്ന ഒരു ഭക്തൻ ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന, രണ്ടും പ്രാധാന്യമാണ്. ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ 3-4 ഗ്രന്ഥങ്ങളിൽ ഇത് എഴുതിയിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്. സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല, 41 ദിവസം വ്രതം എടുക്കാതെ അവിടെ വരാൻ പാടില്ല, പേട്ട തുള്ളാതെ വരാൻ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയാനുള്ളത്, മാലയിടുന്ന ഒരു ഭക്തന് ദേവതയുടെ പേര് കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ മഹത്വം. ഒരു ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഒരു മുസ്ലിം സഹോദരന് ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞാൽ ശേഷം മാത്രമേ ഹാജിയായി മാറുന്നുള്ളൂ. ഇവിടെ ഞാൻ ശബരിമലയ്ക്ക് പോകാനായി മാലയിടുന്ന ആ സമയത്ത് തന്നെ ഞാൻ സ്വാമിയായി മാറിക്കഴിഞ്ഞു. ഇതൊരു വലിയ മഹത്വമാണ്. ഇത് വേറൊരു തീർത്ഥാടനത്തിൽ ഇത് കാണുന്നില്ല. മറ്റ് മതവിഭാഗക്കാരുടെയോ ഹിന്ദുക്കളുടെയോ വേറെ ഒരു തീർത്ഥാടനത്തിൽ ഇത് കാണാൻ സാധ്യമല്ല. ഏത് വ്രതശുദ്ധിയോടുകൂടിയും എല്ലാ വ്രതശുദ്ധിയോടുകൂടിയും ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഈ ശബരിമല ദർശനം. ഇതിൻ്റെ പുറകിൽ അനവധി കഥകളുണ്ട്. ഈ കഥകളൊന്നും തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കഥകളല്ല. കഥകളെപ്പറ്റി പറയുന്ന സമയത്ത് ശ്രീമദ് ഭാഗവതത്തിൽ വ്യാസമഹർഷി 12 സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശ്രീശുക ബ്രഹ്മർഷിയെക്കൊണ്ട് വ്യാസമഹർഷി പറയിപ്പിക്കുകയാണ് പരീക്ഷിത് രാജാവിൻ്റെ മുമ്പിൽ, അല്ലയോ പരീക്ഷിത് രാജാവേ, ഞാൻ അനവധി രാജാക്കന്മാരുടെ കഥകളും ആ കഥകളുടെ ഉപകഥകളും ആ കഥകൾക്കുള്ള ഉപകഥകൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ കഥകളൊന്നും പരമാർത്ഥ കഥകളായിരുന്നില്ല. ഇതൊരു തട്ടിപ്പ് കഥകളായിരുന്നു. ഇത് സംഭവിച്ചവയല്ല. എന്തിനു വേണ്ടി ഞാനിത് പറഞ്ഞുവെന്നാണെങ്കിൽ അങ്ങക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ഈ ലോകത്തിൽ കാണുന്ന സുഖങ്ങളൊന്നും ശാശ്വതമായിരിക്കുന്ന സുഖങ്ങളല്ല രാജാവ്. ഭൗതിക സുഖത്തിൻ്റെ പുറകെ പോകണ്ട. ഭൗതിക സുഖത്തിൻ്റെ പുറകെ പോകാതെ ആത്മീയ സുഖത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇത് പ്രവേശിക്കാൻ സാധാരണക്കാർക്ക് സാധ്യമല്ല. വേദം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. ഈ വേദം നമുക്ക് തുടർന്ന് പോകാൻ, അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അത് വായിക്കുന്നുണ്ടെങ്കിൽ അത് ഉദാത്ത അനുദാത്ത സ്വരിതമനുസരിച്ചാണ് വായിക്കേണ്ടത്. അഗ്നിമീളേ, ആ ഒരു നീട്ടിക്കുറുക്കി പറയേണ്ടതാണ് വേദം, അല്ലാതെ പറയാൻ പാടില്ല. ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. അത് പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മഹർഷിമാരെന്തു ചെയ്തു? സാധാരണക്കാർക്ക് വേദതത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഥകൾ എഴുതി വെച്ചു. അവർ രാജാവേ, കഥായിമാസ്തേ കഥിതാ മഹീയസാം, രാജാക്കന്മാരുടെ കഥകൾ നതു പാരമാർത്ഥ്യം,
ഇത് യഥാർത്ഥമായുള്ള കഥകളല്ല. എന്തിനു വേണ്ടി ഞാനിത് പറഞ്ഞു? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. അങ്ങക്ക് വിജ്ഞാനമുണ്ടാകണം, അങ്ങക്ക് വൈരാഗ്യ ബുദ്ധി ഉണ്ടാകണം. ഇതാണ് ഭാഗവതത്തിൻ്റെ മഹത്വം. ഇത് തന്നെയാണ് രാമായണത്തിൻ്റെയും മഹത്വവും രഹസ്യവും. അതിനുവേണ്ടിയാണ് ഈ കഥകൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. അതിൽ രാമൻ എന്തിനാണ് ജനിച്ചതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. മർത്യാവതാരസ്ത്യുഹ മർത്യശിക്ഷണം രക്ഷോവധായൈവ ന കേവലം വിഭോ. ശ്രീരാമനെപ്പറ്റി വ്യാസമഹർഷി പറയുന്നതാണ്. മർത്യാവതാരഹാത്തു, ആ പൂർണ്ണാവതാരമായിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ രാമൻ എന്ന് പറയുന്ന അവതാരം മർത്യാവതാരഹാത്തു ഇഹ മർത്യശിക്ഷണം. മനുഷ്യൻ എങ്ങനെയാണ് ധർമ്മമനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് പ്രായോഗികമാക്കി കാണിച്ചു തരാൻ വേണ്ടി അഭിനയിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് രാമൻ. രാവണവധത്തിനായിട്ടല്ല. മർത്യാവതാരസ്ത്യുഹ മർത്യശിക്ഷണം രക്ഷോവധായൈവ ന. ആ രാവണൻ എന്ന് പറയുന്ന രാക്ഷസനെ, അസുരനെ കൊല്ലാൻ വേണ്ടിയായിരുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അന്തസത്ത, ആ സാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് കഥകൾ. ഈ അയ്യപ്പൻ്റെ പുറയിൽ അനവധി കഥകളുണ്ട്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കഥകളല്ല. പക്ഷേ ആ കഥകളിൽ കൂടി മാത്രമേ ഈ ആധ്യാത്മികമായിരിക്കുന്ന തത്വം നമുക്ക് സാധാരണ ഭക്തന്മാർക്ക് ഗ്രഹിക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് ശബരിമലയിൽ? ആ പേരുകൾ ഞാനൊന്ന് പറയാം. ശ്രീ ഭൂദേശ കൽപ്പമഞ്ജരി, ഭൂതനാഥ അഭ്യുദയം കാവ്യം. ഇതൊക്കെ പഴയ കാലത്തുണ്ടാക്കിയ കൃതികളാണ്. ഇപ്പോൾ ഇത് കാണാൻ പോലുമില്ല, വാങ്ങാനും കിട്ടുന്നതല്ല. അയ്യപ്പനും ശബരിയും തമ്മിലുള്ള ഒരു സംവാദ രൂപത്തിലൊരു ഗ്രന്ഥമാണ് അയ്യപ്പ ഗീത. ഇത് 18 അധ്യായമാണ്. ഭഗവത്ഗീത പോലെ തന്നെ എഴുതിയതാണ്. അത് 1962-ലാണത്. 1946-ലാണ് ശ്രീ ഭൂതനാഥ സർവസ്വം വിദ്വാൻ കുർമള്ളൂർ നാരായണപിള്ള എഴുതിയതാണ്. ഈ ഗ്രന്ഥം രചന തുടങ്ങിയത് 1943-ലാണ്. അത് തീർന്നത് 1946-ലാണ്. അത് അയ്യപ്പനും പന്തളം രാജാവും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ്. അയ്യപ്പഗീത എന്നത് അയ്യപ്പനും ശബരിയും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ്. ഈ ശബരി എന്ന് പറയുന്നത് ആരാണ്? ശ്രീരാമൻ്റെ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന ശബരിയാണോ? അത് കഥയാണ്, ചോദ്യമില്ല. ശബം രാതി ഇതി ശബരി. ശവത്തെ കൊണ്ടുപോകുന്ന സ്ത്രീയുടെ പേരാണ് ശബരി. ആ ശ്രീരാമൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ശബരിയാണോ ഈ ശബരി എന്നുള്ളത് ചോദ്യമില്ല. അയ്യപ്പഗീത എന്ന ഗ്രന്ഥത്തിൽ ശബരിയെപ്പറ്റി പറയുന്നുണ്ട്. അത് ആ ശബരി ആകണമെന്നില്ല. അത് ഏത് കാലഘട്ടത്തിലാണ് ആ ശബരി ജീവിച്ചത്? ഈ കാലഘട്ടത്തിലെ ശബരി ആരാണ്, ഏതാണ്? ഇതിൻ്റെ പുറകെ പോകരുത്. ഇതൊക്കെ കഥയാണ്. ആ കഥയുടെ അകത്തൊരു സന്ദേശമുണ്ടായിരിക്കും, ഒരു സത്യമുണ്ടായിരിക്കും, ഒരു തത്വമുണ്ടായിരിക്കും, ഒരു സാരമുണ്ടായിരിക്കും. സന്ദേശം കഥയിൽ നിന്ന് ഉൾക്കൊള്ളുക, അതിനു വേണ്ടിയാണ് കഥകൾ. കഥകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ആ കഥകൾ മുഴുവനും നമ്മളുടെ കഥ കഴിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല. പലതരത്തിൽ മഹർഷിമാർ കഥകൾ പറഞ്ഞു തന്നിരിക്കുകയാണ്. മറ്റൊരു ഗ്രന്ഥമാണ് 1944 പബ്ലിഷ് ചെയ്തിരിക്കുന്ന മഹാശാസ്തു പൂജാകൽപ്പം. 64 മന്ത്രങ്ങളാണ് അതിലുള്ളത്. ഓരോന്നിനും മന്ത്രമാണ്. തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്ന സമയത്ത് മന്ത്രമുണ്ട്, തൃപ്പടിയിലേക്ക് കയറണ സമയത്ത് മന്ത്രമുണ്ട്, ആഴി പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് മന്ത്രമുണ്ട്, പേട്ട തുള്ളുന്ന സമയത്ത്, കല്ലിടാങ്കുന്നിൽ കല്ലിടുന്ന സമയത്ത് മന്ത്രമുണ്ട്. ഈ മന്ത്രമൊന്നും നമ്മൾക്കറിയില്ല. നമുക്ക് മാലയിട്ട് തരുന്ന ഗുരുസ്വാമിക്കും ഇതൊന്നും അറിയില്ല. 7ാം ക്ലാസ് പോലും പഠിക്കാത്തതാണ് ഗുരുസ്വാമി. അമ്പലത്തിലെ പുരോഹിതൻ, ഒരു പുരോഹിതനായിട്ടിരിക്കുന്ന ആൾക്കും SSLC പോലും പാസ്സാവണമെന്നില്ല. അദ്ദേഹത്തിന് സംസ്കൃതം പോലും അറിയാൻ പാടണമെന്നില്ല. പക്ഷേ ആ മന്ത്രം അറിയാത്ത ഗുരുസ്വാമി ഒരു മന്ത്രം ഉപദേശിച്ച് തരികയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാ മന്ത്രത്തിലും വലിയൊരു മന്ത്രമാണ് സ്വാമിയേ ശരണമയ്യപ്പ. സാധാരണക്കാർക്ക് മന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ ഏത് സമയത്തും ഈ മന്ത്രം ജപിച്ചാൽ മതി എന്നാണ് പറയുന്നത്. 1929-ലാണ്, 95 വർഷക്കാലം മുമ്പാണ് ശ്രീ ഭൂതനാഥോപാഖ്യാനം കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കല്ലറക്കൽ കൃഷ്ണൻകർത്ത എഴുതിയിരിക്കുന്നതാണ് ഈ കൃതി. ഈ കൃതികളിലാണ് ഇതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ അയ്യപ്പഗീത എന്ന് പറയുന്നത് 18 അധ്യായമാണ്. അച്യുതാനന്ദജി മഹാരാജ് എഴുതിയ ഗ്രന്ഥമാണത്. ജ്ഞാനാനന്ദ സരസ്വതി അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ജ്ഞാനാനന്ദ ആശ്രമം പ്രസിദ്ധീകരണമാണ്. ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്.
അത് നോക്കിയിട്ടാണ് ഞാനീ പറയുന്നത്. കാശിയിൽ കേരളീയ സന്യാസിമാരുടെ ആധിപത്യത്തോടു കൂടിയ ഒരു മഠമുണ്ടായിരുന്നു. തിലപാണ്ഡികേശ്വരം മഠമാണ്. ആ മഠത്തിലൊരു അയ്യപ്പ പ്രതിഷ്ഠ ചെയ്യണം. അതിനുവേണ്ടി അന്നത്തെ കാലഘട്ടത്തിലുള്ള അവിടുത്തെ യതിവര്യൻ ഒരു ശിഷ്യനെ കേരളത്തിലേക്ക് വിടുകയാണ്. ഈ ശബരിമലയിലുള്ള പ്രതിഷ്ഠ പോലെ തന്നെ ഇവിടെ വേണം. അതിനുവേണ്ടി നീ കേരളത്തിൽ പോയി ഇതെല്ലാം പഠിക്കുക. ആ പ്രതിഷ്ഠയുടെ ധ്യാനസങ്കല്പങ്ങൾ, ആ പ്രതിഷ്ഠ എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ രഹസ്യ സ്വഭാവം, അതിൻ്റെ മഹത്വം, ഇതെല്ലാം നീ പഠിച്ചതിന് ശേഷം ഇവിടെ വരൂ എന്ന് പറഞ്ഞു വിട്ടു. അദ്ദേഹമാണ് ഈ കേരളത്തിൽ ഇത് മുഴുവൻ പഠിച്ച് അയ്യപ്പ ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ബോംബെയിലാണ് ഈ പുസ്തകം പ്രിൻ്റ് ചെയ്തത്. ആദ്യമായിട്ട് രാജ് പ്രിൻറ്റേഴ്സിലാണ്. 1962 അത്രയും കാലപ്പഴക്കം അന്ന് കേരളത്തിൽ ഇത് ചെയ്തിട്ടില്ല. അയ്യപ്പസ്വാമിയുടെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായത്തിലാണ് ഗുരുശിഷ്യ രൂപത്തിൽ ശബരിയും അയ്യപ്പനും തമ്മിൽ സംസാരിക്കുന്നത്. ശബരി ചില ചോദ്യങ്ങൾ അയ്യപ്പനോട് ചോദിക്കുന്നു. അയ്യപ്പൻ അതിന് മറുപടി പറയുന്നു. ഇത് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ എങ്ങനെയാണോ അന്ന് ഭഗവത്ഗീത രചിക്കപ്പെട്ടത്, അതുപോലെ അയ്യപ്പനും ശബരിയും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിലാണ് ശബരിയുടെ ശങ്ക. പല ചോദ്യങ്ങൾ ശബരി ചോദിക്കുന്നുണ്ട്, ഇതിന് മറുപടി പറയുകയാണ്. നാലാമത്തെ അധ്യായത്തിലാണ് തത്വോപദേശം ചെയ്യുന്നത്. ഈ തത്വോപദേശം മുഴുവനും ചെയ്തതിന് ശേഷം ശബരിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ശബരി എന്ന് പറയുന്നത് ഒരു കാട്ടാള സ്ത്രീയാണ്. ഈ ശബരി എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയാണ് ഇവിടെ ജനിച്ചത്? അതിൻ്റെ പുരാണത്തിൽ പറയുന്നത് വനവാസകാലത്ത് ശ്രീരാമൻ മോക്ഷം കൊടുത്ത കാട്ടാള സ്ത്രീയാണ് ശബരി. ആ ശബരിയാണോ അയ്യപ്പൻ്റെ കൂടെയുള്ള ശബരി എന്ന് ചിന്തിക്കരുത്. പൂർവ്വജന്മത്തിൽ ചിത്രകവചൻ എന്ന ഗന്ധർവൻ, ആ രാജാവിൻ്റെ ഏകപുത്രിയായിരുന്നു മാലിനി. മഹാബ്രഹ്മജ്ഞാനിയായിരുന്ന വീതിഹോത്രൻ അവളെ പരിണയിച്ചു. മാലിനി കൽമാക്ഷൻ എന്ന കിരാതനെ കാമുകനാക്കി രഹസ്യമായിട്ട് സ്നേഹിച്ചു. സ്വന്തം ഭർത്താവിൻ്റെ അറിയിക്കാതെ ഈ രഹസ്യ കാമുകി ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞു അങ്ങനെ ഭർത്താവിനെ വഞ്ചിച്ചത് മൂലം കാട്ടാള കാമിനിയായി രൂപാന്തരം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഭർത്താവ് ശപിച്ചു. ശാപമോചനം എങ്ങനെയാണ് കൊടുത്തത്? ശ്രീരാമചന്ദ്രനിൽ നിന്നും ശാപപരിഹാരം കിട്ടുന്നു. ഇങ്ങനെ കാട്ടാള സ്ത്രീയായി മാറിയതിനു ശേഷം മതംഗ മഹർഷിയുടെ പരിസരത്താണ് ഈ ശബരി താമസിച്ചു പോകുന്നത്. ആ മതംഗ മഹർഷിയെ പരിചരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ ശ്രീരാമൻ വന്ന സമയത്ത് ശാപമോക്ഷം കിട്ടിയത്. ഇതാണ് പുരാണത്തിൽ പറയുന്ന കഥ. ഇവിടെ ശബരിയോട് അയ്യപ്പൻ തത്വോപദേശം ചെയ്യുന്ന സമയത്ത് ശബരിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തന്നെയാണ് അവിടെ കൃഷ്ണൻ്റെ മുമ്പിൽ അർജുനൻ പറഞ്ഞത്. ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവദൃഢം. അങ്ങ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ, എൻ്റെ മനസ്സ് ചഞ്ചലമാണ്. ഈ ആധ്യാത്മികമായിരിക്കുന്ന ഉപദേശം എനിക്ക് ദഹിക്കുന്നില്ല കൃഷ്ണ. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത് അഭ്യാസേനച്ച വൈരാഗ്യേനച്ച ഗൃഹ്യതേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യബുദ്ധി കൊണ്ടും ഞാനീ പറയുന്നത് നിനക്ക് മനസ്സിലാകും അല്ലയോ അർജുന. അഭ്യാസം കൊണ്ട് പറ്റുമെന്ന് പറയുക. എങ്ങനെയാണ് ഈ അഭ്യാസം? ഒരു പാറയുടെ മുകളിൽ ഒരു കുടം വെള്ളം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ പാറയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല, തേയ്മാനം സംഭവിക്കില്ല. 100 പ്രാവശ്യം അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാലോ, ഒരു കുടം വെള്ളം ഞാൻ ആ പാറയുടെ മുന്നിൽ വെച്ചു, അതെടുത്തു, പിന്നെ വെച്ചു, അങ്ങനെ 100 പ്രാവശ്യം കഴിയുമ്പോൾ അവിടെ ഒരു തേയ്മാനം സംഭവിക്കാതിരിക്കില്ല. ഇതുപോലെ നിനക്കിത് സാധിക്കും അർജുന. അത് തന്നെ കോപ്പി അടിച്ചു വച്ചിരിക്കുകയാണ് ഈ അയ്യപ്പ ഗീതയിൽ. ശബരി ചോദിക്കുകയാണ്, കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവേത് സരോജാക്ഷ. സരോജാക്ഷ, സരോജം സരസിൽ രോഹനം ചെയ്യുന്നത് താമര. താമരയുടെ കണ്ണിൻ്റെ ശോഭയുള്ള അല്ലയോ അയ്യപ്പ. കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവേത്. കർമ്മശാന്തിയും മനഃശാന്തിയും വാസനാക്ഷയവും എങ്ങനെയാണ് സംഭവിക്കുക? ഇതൊന്ന് പറഞ്ഞു തന്നാലും. ഇത് ശബരി ചോദിച്ചത് ശബരിക്ക് വേണ്ടിയായിരുന്നില്ല, മനുഷ്യരായ നമ്മൾക്ക് വേണ്ടിയായിരുന്നു. അഭ്യാസമാർഗത്തിലൂടെ വൈരാഗ്യം ദൃഢമാക്കണം. അപ്പോൾ മനസ്സ് നിയന്ത്രണാധീനമാകുന്നു. ഭക്തി കൊണ്ട് കർമ്മശാന്തി. അയ്യപ്പൻ പറയാണ്, ഭക്തി കൊണ്ട് കർമ്മശാന്തിയും ജ്ഞാനം കൊണ്ട് മനഃശാന്തിയും വൈരാഗ്യം കൊണ്ട് വാസനാക്ഷയവും സംഭവിക്കും അല്ലയോ ശബരി.
ഇനി തത്വവിചാരം കൊണ്ടും ഇത് മൂന്നും സംഭവിക്കും. തത്വത്തെ വിചാരം ചെയ്തു കഴിഞ്ഞാലും ഇത് സംഭവിക്കും. ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലും ഇത് സംഭവിക്കും. ഗീതോപദേശ സമയത്ത് ഹേ യാദവ, ഹേ കൃഷ്ണ, ഹേ സഖേ, ആ യുദ്ധക്കളത്തിൽ തേരിൽ കയറി നിൽക്കുന്ന സമയം വരെ അർജുനൻ കൃഷ്ണനെ 3 സംബോധന മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹേ യാദവ, അല്ലയോ യദുവംശത്തിൽ പിറന്നവനെ, ഹേ സഖേ, എൻ്റെ ആത്മസുഹൃത്തേ, ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേ, ഹേ കൃഷ്ണ, ഈ 3 സംബോധന മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ സമയത്താണ് പെട്ടെന്ന് എൻ്റെ മനസ്സ് ചഞ്ചലമാകുന്നു. ഗാണ്ഡിവം സ്രംസതേ ഹസ്താത്, എൻ്റെ കയ്യിൽ നിന്നും അഗ്നിദേവൻ എനിക്ക് തന്നിരിക്കുന്ന ആ ശക്തിമത്തായിരിക്കുന്ന ഗാണ്ഡിവമായിരിക്കുന്ന ബില്ല് താഴെ വീഴുന്നു. കൃഷ്ണ, എനിക്കിത് യുദ്ധം ചെയ്യാൻ പറ്റുകയില്ല. പെട്ടെന്ന് അർജുനൻ പറയാണ്, ശിഷ്യസ്തേ ശാധിമാം ത്വാം പ്രപന്നം, എന്നെ ഇപ്പോൾ അങ്ങ് ശിഷ്യനായിട്ട് കരുതണം. ഞാനിപ്പോൾ അങ്ങയെ ഗുരുവായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞു. ഇതുവരെ ഗുരുസങ്കല്പം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഗുഹ്യതമം ശാസ്ത്രം, രഹസ്യമായിരിക്കുന്ന ഈ ഗുഹ്യതമമായിരിക്കുന്ന ശാസ്ത്രത്തെ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ശബരിയുടെ മുമ്പിലും ഈ അയ്യപ്പൻ പറയുന്നത്. ഭക്തിജ്ഞാന വിരാഗേണ വിചാരേണ ച ശോഭനെ, ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വിചാരം കൊണ്ടും നിനക്കത് സാധിക്കും. അഥവാ ഗുരുസേവയ, ഒരു ഗുരുവിനെ സേവിച്ചു കഴിഞ്ഞാലും ഇത് കിട്ടും. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന തത്വങ്ങളാണ് ആ 18 പടികളുടെ തത്വം. ഈ 18 പടികൾ എന്താണ്, അതിൻ്റെ രഹസ്യ സ്വഭാവം എന്താണ് എന്ന് അയ്യപ്പൻ ശബരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ 18 പടികളുടെ സ്വഭാവം എന്താണ്? ആദ്യം തന്നെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പ്രകൃതി തത്വങ്ങൾ, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇത് അന്തര്യാമിയായിരിക്കുന്ന ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള അകത്തിരിക്കുന്ന ആത്മാവിനെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പ്രകൃതി തത്വങ്ങൾ ആവരണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സത്യം എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റുന്നതല്ല. പൃഥിവ്യ, തേജോ, വായു, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഇത് മറച്ചു വച്ചിരിക്കുകയാണ് ഈ മനുഷ്യ ശരീരത്തെ. ഒരു മനുഷ്യന് 3 തരത്തിലുള്ള ശരീരമുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. സ്ഥൂല ശരീരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. എൻ്റെ സ്ഥൂല ശരീരമാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ സൂക്ഷ്മ ശരീരം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങളുടെ സൂക്ഷ്മ ശരീരം എനിക്കും കാണാൻ സാധ്യമല്ല. അത് അന്ധക്കരണവൃത്തിയാണ്. കാരണശരീരം എന്താണെന്നുള്ളത് വളരെ വിശദീകരിക്കേണ്ട, കുറേ സമയം വിശദീകരിച്ചാലേ പറ്റുള്ളൂ. ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറയുമ്പോൾ എന്തിനു വേണ്ടി നിങ്ങൾ ജനിച്ചു, അതിനൊരു കാരണമുണ്ട്. അത് കഴിഞ്ഞ ജന്മത്തിൻ്റെ കാരണമാണ്. അതാണ് കാരണശരീരം എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഇവിടെ കാരണശരീരം വിടുക, മറ്റ് 2 ശരീരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. മനുഷ്യ ശരീരത്തിൽ 5 കോശങ്ങളുള്ളത് കൊണ്ടും ആത്മാവിനെ അറിയുന്നില്ല. ആദ്യമേ ഞാൻ പറഞ്ഞു, പൃഥ്വി, ഭൂമി, അപ്പ്, വെള്ളം, തേജസ്, അഗ്നി, വായു, എയർ, ആകാശം, സ്പേസ്. മുകളിൽ കാണുന്ന ആകാശമല്ല, സ്പേസ്. ഇത് മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുണ്ട്. അതാണ് പഞ്ചീകരണക്രിയ എന്ന് പറയുന്നത്. ഇത്തരം സാധനങ്ങളെ കൊണ്ടാണ് നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ത്രീയുടെ അണ്ടവും പുരുഷൻ്റെ ബീജവും കൂടിച്ചേർന്ന് ബീജസങ്കലനം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പഞ്ചഭൂതാത്മകത്വം അതിനുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് ഈ 5 കാര്യങ്ങളോട് കൂടിയാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. ഇവിടെ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ 5 കോശങ്ങൾ, സെൽസ് മനുഷ്യ ശരീരത്തിനുണ്ട്. ഇതും അകത്തിരിക്കുന്ന ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്നു. ആത്മാവിനെ അറിയാൻ സാധ്യമാകുന്നില്ല. ഇവിടെ പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവുമാണ് സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് അന്നമയ കോശം. നമ്മൾ കാണുന്നത് അന്നമയ കോശമാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന 3 കോശങ്ങളാണ് പ്രാണമയം, മനോമയം, വിജ്ഞാനമയം. ഇത് അന്ധക്കരണവൃത്തികളാണ്, മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് സൂക്ഷ്മ ശരീരം. ഇനി ആനന്ദമയ കോശമാണ് കാരണശരീരം. അപ്പോൾ 3 തരം ശരീരങ്ങൾ, 5 കോശങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ട് അകത്തിരിക്കുന്ന ആത്മാവിനെ അറിയുവാൻ സാധ്യമാകുന്നില്ല. അതിനെ എങ്ങനെയാണ് അറിയേണ്ടത്? നിങ്ങൾ ശബരിമലയ്ക്ക് പോയാൽ മതി എന്നാണ് പറയുന്നത്. സൂക്ഷ്മ ശരീരത്തിന് 17 ഘടകങ്ങളുണ്ട്. ഇത് തത്വപ്രതിബന്ധങ്ങളാണ്.
തത്വത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി, ആധ്യാത്മിക തത്വത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി കണ്ടുപിടിക്കാൻ പറ്റാത്ത തത്വങ്ങളാണത്. 18 പടികളാണത്. ഈ കാര്യങ്ങളാണ് ഈ 18 പടികൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. അയ്യപ്പഗീതയിൽ 18 പടികൾ പറയുന്നത്, ആദ്യത്തെ 5 പടികളാണ് പഞ്ചഭൂതങ്ങൾ. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശമാണ് ആദ്യത്തെ 5 പടികൾ. പിന്നത്തെ 5 പടികൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ്, കർമ്മേന്ദ്രിയങ്ങളാണ്. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. വാക്ക് എന്ന് പറഞ്ഞാൽ വായ, പാണി കയ്യ്, പാദം കാല്, ഉപസ്ഥം പായു, മലദ്വാരം മൂത്രദ്വാരം. ഇതാണ് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ. ആദ്യത്തെ 5 പടികൾ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. പിന്നത്തെ 5 പടികൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ. പിന്നത്തെ 5 പടികളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, വായ, തൊലി. ഇത് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പോൾ ടോട്ടൽ 15 തത്വങ്ങളായി. ഈ 15 തത്വങ്ങൾ മനുഷ്യനുള്ളത് കൊണ്ട് തത്വം ബോധിക്കാൻ പറ്റുന്നില്ല. ഇവയും ഇവയുടെ വൃത്തികൾക്ക് കാരണമായ ആ തത്വങ്ങളുമാണ് നമുക്ക് നമ്മുടെ ആത്മാവിനെ കാണാൻ പറ്റാത്തത്. 15 കഴിഞ്ഞതിന് ശേഷം 16, 17 എന്ന് പറയുന്ന 2 പടികൾ നമ്മളുടെ മനസ്സും ബുദ്ധിയുമാണ്. 15 കഴിഞ്ഞു, പിന്നെ 2 നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, അങ്ങനെ 17ആയി. ഇനി ഒരു പടി കൂടിയുണ്ട്, അതാണ് ജീവാത്മാവ്. മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുള്ള ആത്മാവാണ് 18ാമത്തെ പടി. ഈ 18 ചവിട്ടി കയറുമ്പോഴാണ് അവിടെ തത്വമസി എന്നെഴുതി വച്ചിരിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി തത് ത്വമസി എന്ന ബോധം നമുക്കുണ്ടാവണം. അതിനു വേണ്ടി 41 ദിവസം വ്രതമെടുത്തതിന് ശേഷമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ 5 ദിവസം വ്രതം എടുത്തിട്ടൊന്നും ശബരിമലയ്ക്ക് പോകാൻ പാടില്ല. 41 ദിവസം തന്നെ വ്രതം. അത് പ്രത്യേകമായ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്നും ഇത് ശബരിയും അയ്യപ്പനും തമ്മിലുള്ള സംവാദ രൂപത്തിലുള്ള അയ്യപ്പ ഗീത എന്ന ഗ്രന്ഥത്തിലാണ് ഞാൻ ഈ പറഞ്ഞ 18 പടികളുടെ വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ഇനി പന്തളം രാജാവും അയ്യപ്പനും തമ്മിലുള്ള ആ സംവാദ രൂപത്തിലുള്ള ഗ്രന്ഥമാണ് ശ്രീ ഭൂതനാഥ സർവസ്വം. അതിലാണ് 10ാമത്തെ അധ്യായത്തിൽ 20-21 ശ്ലോകങ്ങളിൽ പറയുന്നത്, സോപാനാനി കുരുഷ്വാധ മത്പൂർവേ അഷ്ടാദശൈവധോഭോ. രാജാവിൻ്റെ മുമ്പിൽ അയ്യപ്പൻ്റെ കൃത്യനിർവഹണം കഴിഞ്ഞു, ഞാൻ പോകാൻ സമയമായിരിക്കുന്നു, അല്ലയോ അച്ഛാ, വളർത്തച്ഛനാണ്. ആ സമയത്ത് വളരെ വിഷമിക്കുകയാണ് പന്തളം രാജാവ്. എനിക്ക് തിരോധാനം ചെയ്യുവാൻ സമയമായിരിക്കുന്നു, എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം സബലീകൃതമായിരിക്കുന്നു, മഹിഷിയെ കൊന്നു, എല്ലാം കഴിഞ്ഞു, ഞാൻ ദേ പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് വളരെ വിഷമത്തോടുകൂടി കരഞ്ഞു രാജാവ്. ഇത്രയും നല്ലൊരു മകനെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ദേവതുല്യമായിരിക്കുന്ന മകനാണ് എന്ന് മനസ്സിലായി അയ്യപ്പൻ. ഇത് നഷ്ടം വരിക എന്ന് പറയുമ്പോൾ നിസ്സാരമായ കാര്യമല്ല. രാജാവ് കരയുകയാണ്. ഈ സമയത്ത് അയ്യപ്പൻ പറയുകയാണ്, അങ്ങക്ക് എന്നെ കാണാൻ പറ്റും, ഞാനിപ്പോൾ ഒരു ബാണം ഇവിടെ നിന്ന് അയക്കാം. ഈ ബാണം ചെയ്യുന്ന വീഴുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം അങ്ങ് പണിയണം. അതിന് 18 പടികൾ ഉണ്ടായിരിക്കണം. അവിടെ 18 പടികൾ പറയുന്നത് കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടാണ്. മതപൂർവേ അഷ്ടാദശൈവ ഭോഹോ, അതിൽ 18 പടികൾ ആദ്യം പറയുന്നത്. ആദ്യത്തേത് പഞ്ചേന്ദ്രിയാണി അഷ്ടരാകാൻ. അവിടെ പന്തളം രാജാവിനോട് അയ്യപ്പൻ പറയുന്നത് ആദ്യത്തെ 5 പടികളാണ് കർമ്മേന്ദ്രിയങ്ങൾ. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. അഷ്ടരാഗാൻ. പിന്നത്തെ 8 പടികൾ 8 രാഗങ്ങളാണ്. വിദ്യ, അവിദ്യ, പിന്നെ 3 ഗുണങ്ങൾ, രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. യഹ ത്യാജ്യതേ നൃപശ്രേഷ്ഠ. ഇത്രയും കാര്യങ്ങൾ ത്യജിച്ചുകൊണ്ട്, അല്ലയോ രാജാവേ നൃപശ്രേഷ്ഠ, സഹ മാം പശ്യതി, എന്നെ കാണുകയാണെങ്കിൽ, നിർഗുണനായിരിക്കുന്ന എന്നെ കാണുകയാണെങ്കിൽ അങ്ങക്ക് എന്നെ അനുഭവിക്കാൻ പറ്റും. ഇത് അയ്യപ്പൻ രാജാവിനോട് പറഞ്ഞത് നമുക്ക് വേണ്ടിയാണ്, നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൃഷ്ണൻ പ്രത്യേകം പറയുന്നുണ്ട്, നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. നിന്നെ നിമിത്തമാക്കിക്കൊണ്ട് നിന്നോട് മാത്രമാണ് ഞാനിത് പറയുന്നത്. നിന്നെ നിമിത്തമാക്കിക്കൊണ്ട് എന്ന് പറയുന്നത് ഈ ഭൂലോകത്തുള്ള എല്ലാ മനുഷ്യരോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഈ രാജാവും അയ്യപ്പനുമായിട്ടുള്ള സംവാദ രൂപത്തിൽ അയ്യപ്പൻ നമ്മളോട് പറയുന്നത്. നമ്മളോട് എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് വരുവാൻ താല്പര്യമുള്ള ഭക്തന്മാരോട്. ആ താല്പര്യമുള്ളവർ എന്തായാലും ഇത് ആചരിക്കണം.
അഷ്ടരാഗങ്ങൾ ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മദം, മാത്സര്യം, ദംഭം, അസൂയ. ഈ 8 രാഗങ്ങളാണ്, 8 പടികൾ. അങ്ങനെ 18 പടികൾ കയറുമ്പോൾ ആദ്യത്തേത് ശബരിയോട് പറഞ്ഞത് പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ജീവാത്മാവ്. ഇത് കർമ്മേന്ദ്രിയങ്ങൾ, അഷ്ടരാഗങ്ങൾ, വിദ്യ, അവിദ്യ, 3 ഗുണങ്ങൾ. ഇതാണ് 18 പടികൾ. ഇവിടെ കാമം, ക്രോധം, ലോഭം, മദം, മാത്സര്യം, ദംഭം, അസൂയ, ഇതാണ് അഷ്ടരാഗങ്ങൾ. 3 ഗുണങ്ങൾ, വിദ്യ, അവിദ്യ, ഇങ്ങനെ 18 എണ്ണം. ഈ 18 പടികൾ കയറുമ്പോൾ ആ ഭക്തൻ ഈശ്വര ദർശനത്തിന് പക്വത വരുന്നു, തയ്യാറാകുന്നു. അയ്യപ്പൻ എന്ന് പറയുന്ന ദേവതയെ കാണണമെങ്കിൽ 18 പടികൾ കയറി ചെല്ലുന്ന സമയത്ത് ഒരു ബോധമുദിക്കണം. ഇത് ഞാൻ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി മഹാവാക്യമാണ്, ഉപനിഷത്ത് വാക്യമാണ്. അവിടെ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത് പണ്ട് കാലത്ത് ചിന്മയാനന്ദ സ്വാമിജി എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. അയ്യപ്പൻ പ്രതിഷ്ഠ സമയത്തുള്ളൊന്നും അവിടെ എഴുതി വച്ചിട്ടില്ല. ഈ ഒരു ബോധം ഭക്തൻ ഉണ്ടാകണമെങ്കിൽ ഈ ഒരു വരി സംസ്കൃത ഭാഷയിൽ അത് എഴുതി വച്ചിരിക്കണം. അങ്ങനെ സ്വാമിജി പറഞ്ഞിട്ട് എഴുതി വച്ചിരിക്കുകയാണത്. 2 ആത്മാക്കളും ഒന്ന് തന്നെ എന്ന ബോധമാണ് വേണ്ടത്. ഞാൻ ശബരിമലയിലേക്ക് മാലയിട്ട് പോകുന്ന ഭക്തനും അകത്തിരിക്കുന്ന അയ്യപ്പനും ഒന്ന് തന്നെ എന്ന ബോധമണ്ഡലത്തിലേക്ക് ഞാനാകുന്ന ഭക്തൻ പ്രവേശിക്കണം. എൻ്റെ ബോധമണ്ഡലം അതിന് തയ്യാറാകണം. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. 2 ആത്മാക്കളും ഒന്ന് തന്നെ എന്ന തത്വം ആ സമയത്ത് 40 ദിവസം വ്രതമെടുത്ത് 18 പടി കയറി തത്വമസി വായിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ഇതിന് വ്രതനിഷ്ഠ വളരെ പ്രധാനമാണ്. തത്വമസി വായിക്കുന്ന സമയത്ത് അഹം ബ്രഹ്മാസ്മി എന്ന ബോധമുണ്ടാകുന്നു. ആ അയ്യപ്പ വിഗ്രഹം കാണുന്ന സമയത്ത്, ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ ബോധം ഉദിക്കണം. ആ 18 എന്ന് പറയുന്ന പടികൾ അനവധി രഹസ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. 18 എന്ന സംഖ്യ ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ധർമ്മശാസ്ത്രങ്ങൾ 18ആണ്. 18 പുരാണങ്ങളാണ് വ്യാസമഹർഷി എഴുതിയത്. 18 ഉപപുരാണങ്ങൾ എഴുതി. 18 മലകളുണ്ട്. 18 സിദ്ധന്മാരുണ്ട്. കുണ്ടലിനി ശക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അക്ഷരങ്ങൾ മൊത്തം 18ആണ്. ഗീത 18 അധ്യായമാണ്. 18 സ്മൃതികളാണ്. ധർമ്മശാസ്ത്രങ്ങൾ 18. 18 വിദ്യകൾ, 18 വാദ്യങ്ങൾ, 18 അടവുകൾ. 18ാമത്തെ അടവ് ഞാൻ പറ്റി നമ്മൾ പറയും. അടവുകൾ 18ആണ്. മഹാഭാരത പർവം 18ആണ്. മഹാഭാരത യുദ്ധം നടന്ന ദിവസം 18ആണ്. മഹാഭാരതത്തിൽ പങ്കെടുത്ത അക്ഷൗഹിണികൾ മൊത്തം 18ആണ്. പിന്നെയും 18കൾ കുറേയുണ്ട്, നമുക്ക് സമയമില്ല പറയാൻ. രാജകവികൾ, ദ്വീപുകൾ, ഉപചാരങ്ങൾ, ധാന്യങ്ങൾ, മലകൾ 18ആണ്. ഈ 18 മലകളുടെ പേരുകളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആ പേരുകൾ ഞാനൊന്ന് വായിക്കാം. ഗോപാറ അഥവാ കാളകെട്ടി, ഇതാണ് ആദ്യത്തെ മല. ഗോപാറ അഥവാ കാളകെട്ടി. ഇഞ്ചിപ്പാറ അഥവാ അഴുതമല, ഇത് രണ്ടും ഒരു മല തന്നെയാണ്. കരിമല, നീലിമല, പുതുശ്ശേരി മല, പൊന്നമ്പലമേട്, ശബരിമല. ഈ 18 മലകളിൽ ഒരു മലയാണ് ശബരിമല. ചിറ്റമ്പലമേട്, മയിലാടുമേട്, തലപ്പാറ, നിലയ്ക്കൽ മല, തേവർമല, ശ്രീപാദം മല, ഖൾഗിമല, മതങ്കമല, സുന്ദരമല, നാഗമല, ഗൗണ്ടാർമല. ഇതാണ് 18 മലകൾ. ഇത് ഈ ശബരിമലയുടെ പ്രദേശത്ത് ഈ 18 മലകളുണ്ട്. 18 മലകളിലും ഓരോ ദേവതാസങ്കല്പങ്ങളുണ്ട്. ഈ 18 മലകളിലുള്ള ദൈവികമായിരിക്കുന്ന ചൈതന്യത്തെയാണ് തന്ത്രി പടിപൂജയിൽ ഓരോ പടിയിലും പൂജിക്കുന്നത്. ഇത് രഹസ്യ സ്വഭാവമാണ്. ഇത് ഞാൻ തന്ത്രിയോട് നേരിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ജ്യോതിഷ അതങ്ങനെ ഞങ്ങൾക്ക് പുറത്തു പറയാൻ പാടുള്ളതല്ല. അപ്പോൾ ഞാൻ പ്രത്യേകം ചോദിച്ചു, അവിടെ മലകളിലുള്ള ദേവതാ സങ്കല്പങ്ങളെ നിങ്ങൾ പൂജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അതിൻ്റെ ധ്യാനം എന്താണ്, ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അത് പുറത്ത് പറയരുത്, ഇത് രഹസ്യ സ്വഭാവമുള്ളതാണ് എന്ന് പ്രത്യേകം താഴമൺ തന്ത്രി എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഈ പൂജ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അയ്യപ്പൻ്റെ കൃത്യനിർവഹണം കഴിഞ്ഞ് തിരോധാനം ചെയ്യുവാൻ ഒരുങ്ങിയ സമയത്ത് ദുഃഖിതനായി രാജാവ്, എൻ്റെ ചൈതന്യം പൂർണ്ണമായും ശബരിമലയിലുണ്ടായിരിക്കുമെന്ന് അയ്യപ്പൻ രാജാവിനോട് പറഞ്ഞു. ശബരിമലയിൽ, ഈ 18 മലകളിൽ ഒരു മലയാണ് ശബരിമല. ആ ശബരിമലയിൽ എൻ്റെ പൂർണ്ണമായിരിക്കുന്ന ചൈതന്യം ഉണ്ടായിരിക്കും. ശ്രീഭൂതനാഥ സർവസ്വത്തിൽ എൻ്റെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് തക്കതായ സ്ഥാനം നിർണ്ണയിക്കുവാൻ പറ്റിയ സ്ഥലം ഏതാണ് എന്ന് അയ്യപ്പൻ പറയുകയാണ്. ഞാൻ ശരമയക്കുന്നു. ഇപ്പോൾ ഒരു അസ്ത്രം എൻ്റെ വില്ലിൽ നിന്ന് ഞാൻ അയക്കുകയാണ്. ഈ ശരം ചെന്ന് വീഴുന്ന സ്ഥലത്താണ് ക്ഷേത്രം പണിയേണ്ടത്.
ഇത് വളരെ ദൂരത്തിലാണ് ഈ ശരം ചെന്ന് പതിക്കാൻ പോകുന്നത്. ഈ ശരം എവിടെയാണ് പതിക്കുന്നത് എന്ന് കാണുവാനുള്ള ശക്തി രാജാവിൻ്റെ കണ്ണുകൾക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു ദിവ്യദൃഷ്ടി ദാനം ചെയ്യാൻ പോവുകയാണ്. ഇത് തന്നെ അന്ന് വിശ്വരൂപ ദർശനം കാണിക്കാൻ പോകുന്ന സമയത്ത് അർജുനൻ്റെ മുമ്പിൽ ദിവ്യദൃഷ്ടി ദദാമ്യഹം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. എൻ്റെ ഈ കുറേ കയ്യും കാലൊക്കെയുള്ള രൂപം കാണാൻ നിൻ്റെ മനുഷ്യസഹജമായ കണ്ണിന് പറ്റില്ല അർജുന. അതിനു വേണ്ടി കുറച്ച് സമയത്തേക്കൊരു ടെലസ്കോപ്പിക് ഐ ഞാൻ തരാം. എൻ്റെ മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ടെലസ്കോപ്പായിരിക്കണം, മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു ശക്തി, ദിവ്യമായിരിക്കുന്ന ദൃഷ്ടി ഞാനിപ്പോൾ നിനക്ക് ദാനം ചെയ്യാമെന്ന് പറഞ്ഞ് ദിവ്യം ദൃഷ്ടി ദദാമ്യഹം എന്നവിടെ പ്രത്യേകം ഭഗവത്ഗീതയിൽ ശ്ലോകമുള്ളതാണ്. വിശ്വരൂപ ദർശനം കാണുവാൻ വേണ്ടി ദിവ്യദൃഷ്ടി കൊടുത്തതുപോലെ തന്നെ എൻ്റെ അസ്ത്രം വീഴാൻ പോകുന്ന സ്ഥലത്ത് നിനക്ക് കാണണമെങ്കിൽ ഞാനിപ്പോൾ ദിവ്യദൃഷ്ടി ദാനം ചെയ്യാം. അങ്ങനെ ഒരു കണ്ണ് കൊടുത്തതിന് ശേഷമാണ് ഈ സ്ഥലം രാജാവ് കണ്ടത്. അവിടെയാണ് രാജാവ് ക്ഷേത്രം പണിയിച്ചത് എന്നാണ് ആ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. മമ ക്ഷേത്രരചനാ സ്ഥലം ദ്രഷ്ടും ഇച്ഛസി, കാണുവാൻ ആഗ്രഹിക്കുന്നു നീ എങ്കിൽ മുഞ്ചാമി ഏകം ബാണം തു, ഒരു ബാണത്തെ ഞാൻ മോചിപ്പിക്കുന്നു. ചാപാത് ശശികുലോത്തമ, എൻ്റെ ചാപത്തിൽ നിന്നും വില്ലിൽ നിന്നും ഒരു ബാണം ഞാൻ മോചിപ്പിക്കുന്നു. ഇത് വീഴുന്ന സ്ഥലം അവിടെയാണ് ക്ഷേത്രം പണിയേണ്ടത്. തത്ര മധുക്ഷേത്രം ഉത്തമം രജയസ മഹാഭാഗ തത് ദ്രഷ്ടും ദിവ്യലോചനം. ഇതാ ഗ്രന്ഥത്തിലുള്ള വരികളാണ് ഞാൻ വായിക്കുന്നത്. അയ്യപ്പഗീതയിൽ പറയുന്നു, പഞ്ചലോഹ നിർമ്മിതമായിരിക്കുന്ന വിഗ്രഹം വേണം. അയ്യപ്പൻ ശബരിയോട് പറയുകയാണ്, പഞ്ചലോഹ വിഗ്രഹം വേണം. വർഷം തോറും മാഘമാസ സംക്രാന്തിയിൽ മഹോത്സവം ആചരിക്കണം. ഭക്തജനങ്ങളുടെ നിവൃത്തി വരുത്തുവാൻ വേണ്ടി നാളികേരം, കൽപ്പൂരം, പുഷ്പം, ദീപം ഇവ എനിക്ക് ഏറ്റവും ഇഷ്ടമാകുന്നു. ഇതെല്ലാം നിങ്ങൾ കൊണ്ടുവരണം. ഇവ നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും സന്തുഷ്ടനായിരിക്കും എന്ന് അയ്യപ്പൻ ശബരിയോട് പറയുന്നു. ഘൃതസ്നാനേന സന്തുഷ്ടോ ഭവിഷ്യാമി വിശേഷതഃ. കൽപ്പൂരം, ചന്ദനത്തിരി, നാളികേരം ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിലാണ്. ഘൃതസ്നാനേന, സ്നാനം കുളി, നെയ്യ് കൊണ്ട് എന്നെ കുളിപ്പിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിരിക്കും. വിശേഷതഃ, സാമാന്യനല്ല, വിശേഷണ വിധിയാണ് നാളികേരത്തിലുള്ള ആ കുളി. നാളികേരത്തിൽ കൊണ്ടുവരുന്ന, അത് നാളികേരത്തിൽ തന്നെ കൊണ്ടുവരണം. ഇത് പ്ലാസ്റ്റിക് പാത്രം പറ്റില്ല, ഇരുമ്പിൻ്റെ പാത്രം പറ്റില്ല, കല്ലിൻ്റെ ഭരണി പറ്റില്ല, നാളികേരത്തിൽ തന്നെ വേണം. അതിന് പ്രത്യേകം വിധി പറയുന്നുണ്ട്. അശുദ്ധമായിരിക്കുന്ന സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് അയ്യപ്പഗീതയിൽ പറഞ്ഞിരിക്കുകയാണ്. ധർമ്മഭ്രഷ്ടാസ്തു യാ നാര്യഃ പാംസുലാഹ ദോഷദൂഷിതാഹ താസാം നൈവാധികാരോസ്തി പ്രവേശേ മമ ദർശനെ. ധർമ്മഭ്രഷ്ടാഹ തു നാര്യഃ, ധർമ്മത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച നാരിമാർ എൻ്റെ മുമ്പിൽ വരരുത്. ധർമ്മത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചവർ ചിലർ അന്ന് കയറിയിട്ടുണ്ട് മുകളിലേക്ക്. ചില മുസ്ലിം പെണ്ണുകളൊക്കെ കയറിയിട്ടുണ്ടല്ലോ. ഇവരൊക്കെ ധർമ്മത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചതാണ്. കെട്ട് നിറയുടെ അകത്ത് ആ കെട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ, ചില സാധനങ്ങളുണ്ടായിരുന്നു അവരുടെ സ്പെഷ്യൽ സാധനങ്ങൾ. ഇതൊന്നും എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളല്ല. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവരണം. അത് ധർമ്മമനുസരിക്കുന്ന സ്ത്രീകളായിരിക്കണം, വയസ്സിൻ്റെ ക്രമമനുസരിച്ചുള്ള സ്ത്രീകളായിരിക്കണം. പാംസുലാഹ, പാംസുല എന്ന് പറഞ്ഞാൽ ആർത്തവം നിൽക്കാത്തവർ, ആർത്തവം നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ. 15 വയസ്സിന് ശേഷം 50 വയസ്സ് കാലഘട്ടത്തിലുള്ളവർ വരാൻ പാടില്ല എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. താസാം നൈവാധികാരോസ്തി അധികാരഃ ന മമ പ്രവേശേ മമ സന്നിധൗ, എൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള അധികാരം ആർത്തവം നിൽക്കാത്ത സ്ത്രീകൾക്ക് ഇല്ല എന്ന് അയ്യപ്പൻ പറയുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ്? ഇത് ഇത്ര ശത്രുക്കളാണോ നിങ്ങൾ, ഈ പെണ്ണുങ്ങൾ? ഈ ആർത്തവം നിൽക്കാത്ത പെണ്ണുങ്ങൾ അയ്യപ്പൻ്റെ ശത്രുക്കളല്ല. ഞാനിവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയോട് കൂടി ഇരിക്കുന്ന ഒരു ചൈതന്യമാണ്. ഹരിഹരപുത്രനാണ്. ഹരിയും ഹരനും പുരുഷന്മാരാണ്. ഇനി ഈ അയ്യപ്പൻ തന്നെ ഭാര്യയോടുകൂടി അയ്യപ്പൻ വേറെയുണ്ട്, മകനോടും ഭാര്യയോടും കൂടി അയ്യപ്പൻ വേറെയുണ്ട്. അവിടെ ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. അശുദ്ധി ഉള്ള സമയത്ത് പോകരുതെന്ന് മാത്രം, അശുദ്ധി നിൽക്കാത്തവർക്ക് നിങ്ങൾക്ക് പോകാം. ഇവിടെ നിങ്ങൾ വരണ്ട എന്നാണ് പറയുന്നത്. ഞാനൊരു നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ വരരുത്. നിങ്ങൾ എൻ്റെ ശത്രുക്കളായിട്ടുള്ളതല്ല.
മാത്രമല്ല 41 ദിവസം വ്രതമെടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. 41 ദിവസം വ്രതം എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു നിയമമാണിത്. കർശനമായ നിഷ്കർഷതയോടുകൂടി ആചരിക്കേണ്ട നിയമമാണ് 41 ദിവസം. ഇത് നിങ്ങൾക്കൊണ്ട് പറ്റില്ല. നിങ്ങൾ 30 ദിവസം കഴിയുമ്പോൾ അശുദ്ധിയാവും. ഇനി കെട്ടും നിറച്ച് നിങ്ങൾ പോണ സമയത്ത് നിങ്ങളുടെ ശരീരം അതിന് പറ്റുന്നതല്ല. ഒരു പുരുഷൻ കെട്ടും നിറച്ച് പോകുന്ന പോലെ അല്ല സ്ത്രീ. ഭാരപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഏത് സമയത്തും സ്ത്രീകളുടെ ആർത്തവാശുദ്ധി സമയമല്ലെങ്കിലും അവർക്ക് ചിലപ്പോൾ രക്തസ്രാവം ഉണ്ടാവാം. രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തമെന്ന് പറയുന്നത് അശുദ്ധിയാണ്. ആ സമയത്ത് ആർത്തവാശുദ്ധി അല്ലെങ്കിലും അശുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വരേണ്ട എന്നാണ് പറയുന്നത്. മഹാശാസ്ത്ര പൂജാകൽപ്പത്തിൽ വേറെ ചില പുരുഷന്മാരും വരണ്ടെന്ന് പറയുന്നുണ്ട്. അവരും ശത്രുക്കളായിട്ടല്ല. ഇവിടുത്തെ നിയമം അതാണ്. ആ പുരുഷന്മാരാരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആ പുസ്തകത്തിലുള്ളതാണ് ഞാൻ വായിക്കുന്നത്. 9 പേര് വരാൻ പാടില്ലെന്ന് പറയുക. അംഗഹീനന്മാർ, മദ്യപാനി, ബന്ധനസ്ഥൻ, മഹാരോഗി, ചണ്ടാളൻ, കള്ളൻ, സ്ത്രീകൾക്ക് വശംവദൻ, നാസ്തികൻ, സ്ത്രീ, നാസ്തികൻ, ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ വരണ്ട. അംഗവൈകല്യമുള്ളവർ ഇവിടെ വരണ്ട. അവരെന്നെ തൊഴുകേണ്ട കാര്യമില്ല. പിന്നെ മദ്യം കഴിക്കുന്നവർ വരാൻ പാടില്ല. ബന്ധനസ്ഥൻ, ജയിലിലുള്ളവർ, ജാമ്യത്തിൽ ഇറങ്ങിയിട്ടൊന്ന് അയ്യപ്പനെ കാണാൻ വേണ്ടി ഇവിടെ വരാൻ പാടില്ല. ജാമ്യത്തിൽ ഇറങ്ങിയിട്ടൊന്ന് അയ്യപ്പനെ പോയി പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കാം, എനിക്കങ്ങനെ ഒരു മോചനം കിട്ടണം ജയിലിൽ നിന്ന്. ഇവരൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇത് അയ്യപ്പൻ പ്രത്യേകം പറയുന്നുണ്ട്. എന്നിവരെ എൻ്റെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതല്ല. വരേണ്ടത് ആരൊക്കെയാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവിടെ. 41 ദിവസം വ്രതമനുഷ്ഠിക്കുന്ന പുരുഷന്മാർ, ഗൃഹസ്ഥന്മാരോ ഗൃഹസ്ഥന്മാരല്ലാത്തവരോ 41 ദിവസം വ്രതമനുഷ്ഠിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വരാം. പുരുഷാണാം ഗൃഹസ്ഥാനാം ബ്രഹ്മചര്യഞ്ചം മണ്ഡലം. ഒരു മണ്ഡല വ്രതമായിരിക്കണത്. മണ്ഡലം 41 ദിവസം. വിധീയതേ പ്രവേശാർത്ഥം ഉത്സവേ മമ ദർശനെ. എൻ്റെ ഉത്സവം കാണുവാൻ വേണ്ടി 41 ദിവസം വ്രതമെടുത്തിട്ട് വരിക. പുണ്യസംക്രമദിനെ ദിനമണൗ ധ്രുവം മത് ലിംഗദർശനം താത വിശേഷഫലദായകം. ഇത് താത എന്നാണ് അച്ഛനോട് പറയുകയാണ്. പന്തളം രാജാവിനോട് അയ്യപ്പൻ പറയുകയാണ്, 41 ദിവസം വ്രതമെടുത്തിട്ട് മകരസംക്രാന്തി ദിനത്തിൽ ഉത്സവം കാണുവാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരിക. പന്തളം രാജാവിനോട് പറയുന്ന ശ്ലോകമായിട്ടാണ് പറയുന്നത്. ശോകം പരിത്യജിക്കുവാൻ പ്രത്യേകം പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന രാജാവെ കരയാതിരിക്കുക. മകൻ അച്ഛനെ സാന്ത്വനപ്പെടുത്തുകയാണ്. സദാഹി ദർശനം പുണ്യം മാഘമാസേ വിശേഷതഃ മൈ ഭക്തിഞ്ചലഭതേ തഥ ശോകം പരിത്യജ. ശോകത്തെ ത്യജിക്കുക, സങ്കടം ഒഴിവാക്കുക. എന്നെ എല്ലാ വർഷവും കാണാൻ പറ്റും, അവിടെ വന്നാൽ മതി, അനുഭവം അങ്ങക്കുണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞ് രാജധാനിയിൽ നിന്നും അയ്യപ്പൻ തിരോധാനം ചെയ്തു മറഞ്ഞു. ആ വ്രതാനുഷ്ഠാന മഹത്വം, എല്ലാ വ്രതങ്ങളുടെയും അടിസ്ഥാനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണമാണ്. ഇത് ശുദ്ധി വേണം ശരീരത്തിന്, എന്നാലേ നമുക്ക് ആ ദേവനെ കാണാൻ പറ്റുകയുള്ളൂ. സൂര്യോദയത്തിന് മുമ്പ് സ്നാനം, സസ്യാഹാരം, അതുകൊണ്ട് ശരീരശുദ്ധി സംഭവിക്കുന്നു. ജപം, ഈശ്വരസ്മരണം, ക്ഷേത്രദർശനം മുതലായവ ചെയ്യുന്നത് കൊണ്ട് മനഃശുദ്ധി സംഭവിക്കുന്നു. പൂർവ്വജന്മത്തിലെയും ഈ ജന്മത്തിലെയും പാപക്കറ കഴുകിക്കളയുവാൻ മഹർഷിമാർ നമുക്ക് തന്നിരിക്കുന്നത് ഈശ്വരഭജനമാണ്, നാമജപമാണ്, തപസ്സാണ് അവർ പറയുന്നത്. തപസ്സിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് വ്രതം. മഹർഷിമാർ ഗുഹകളിലിരുന്ന് തപസ് ചെയ്യുന്ന പോലെ മനുഷ്യർക്ക് സാധ്യമല്ല. മനുഷ്യർക്ക് പറ്റുന്നത്, പ്രായോഗികമാക്കാൻ പറ്റുന്നത് എന്താണ്? ഈശ്വരനാമം ജപിക്കുക, സന്ധ്യാനാമം ജപിക്കുക, രാവിലെ എണീറ്റ് കുളിക്കുക, കുളി കഴിഞ്ഞതിന് ശേഷം നാമം ജപിക്കുക. ഇതൊക്കെയാണ് മനുഷ്യരുടെ തപസ്. അത് നമ്മൾ മനുഷ്യരെ അനുഷ്ഠിച്ചാൽ മതി. മണ്ഡലവ്രതം, മണ്ഡലം 21 തരത്തിലാണ് മണ്ഡലം എന്ന പദത്തിൻ്റെ അർത്ഥം. 21 തരത്തിൽ അർത്ഥമുണ്ട്. നിയോജക മണ്ഡലം, ഇത് ഏത് നിയോജക മണ്ഡലമാണ്? അവിടെ ഒരു മണ്ഡലമുണ്ട്. സൈന്യം മണ്ഡലമായിട്ട് തിരിച്ചിരിക്കുന്നു. രാജ്യത്തെ മണ്ഡലമായിട്ട് തിരിഞ്ഞു. മണ്ഡലാധിപൻ എന്ന് പറയുന്നുണ്ട് ചില രാജാക്കന്മാരെ. 40 യോജന വിസ്തീർണമുള്ള രാജ്യമുള്ള രാജാവിനെയാണ് ഒരു മണ്ഡലേശ്വരൻ എന്ന് പറയുന്നത്. അനവധി അർത്ഥങ്ങളുണ്ട്. ഇവിടുത്തെ അർത്ഥം ഒരു മണ്ഡലം 41 ദിവസമാണ്. ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷ എന്ന് ആയുർവേദം പറയുന്നുണ്ട്. ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത് സ്വസ്ഥ. നിങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം നയിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 48 മിനിറ്റ് മുമ്പ് എന്നതാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ ഒരർത്ഥം.
2-3 അർത്ഥകൽപ്പനകളുള്ള പദമാണ് ബ്രാഹ്മമുഹൂർത്തം. ഇവിടുത്തെ അർത്ഥം ആയുർവേദത്തിൽ പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 48 മിനിറ്റ് മുമ്പുള്ള സമയത്ത് നിങ്ങൾ ഉണരണം. ഇത് തന്നെ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ബ്രാഹ്മേ മുഹൂർത്തെ ബുദ്ധിയത ധർമാർത്ഥൗച അനുചിന്തയത്. മനുസ്മൃതിയിൽ പറയുന്നത് ബ്രാഹ്മേ മുഹൂർത്തെ ബുദ്ധിയത, അവിടെ ബോധിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക. വിദ്യാർത്ഥികൾക്ക് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പഠിക്കുന്ന സമയത്ത് ബോധമണ്ഡലത്തിന് വികാസം പെട്ടെന്ന് തലയിൽ പഠിച്ചു കയറ്റാൻ പറ്റും. ബോധിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക. ആയുർവേദത്തിൽ പറയുന്നു നിങ്ങൾ ഉണരുക, ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുക. മനുസ്മൃതി പറയുന്നത് ബ്രാഹ്മേ മുഹൂർത്തെ ബുദ്ധിയത ധർമാർത്ഥൗച അനുചിന്തയത്. ധർമ്മത്തെപ്പറ്റിയും അർത്ഥത്തെപ്പറ്റിയും നിങ്ങൾ ചിന്തിക്കുക, പഠിക്കുക. ഏത് വിദ്യ അഭ്യസിക്കുന്നതും ബ്രാഹ്മമുഹൂർത്തത്തിൽ ചെയ്യുക, അതാണ് പറയുന്നത്. ഇനി ജ്യോതിശാസ്ത്രപ്രകാരം 41 ദിവസമാണ് മണ്ഡലം. ഇവിടെ ഉദയത്തിന് 48 മിനിറ്റ് മുമ്പ് എന്നത് ഒരർത്ഥകൽപ്പനയാണ്. വേറൊരർത്ഥകൽപ്പനയുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉദയത്തിന് മുമ്പ് 3 മണിക്കൂർ മുമ്പ് തുടങ്ങുന്ന 48 മിനിറ്റ്, 3:30 വെളുപ്പിനെന്ന് പറയുന്നത് ബ്രാഹ്മമുഹൂർത്തമാണ്. അത് 6 മണിക്ക് ഉദയമാണെങ്കിൽ അതിന് പുറകിലെ 3 മണി മുതൽ 3:48 വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഇത് വേറൊരു അർത്ഥകൽപ്പനയാണ്. ഈ അർത്ഥകൽപ്പനയാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഈ അയ്യപ്പൻ്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന ബ്രഹ്മമുഹൂർത്തം 6 മണിക്ക് രാവിലെ ഉദയമാണെങ്കിൽ 3 മണി, വെളുപ്പിന് 3 മണി മുതൽ 3:48 വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. യാമം എന്നാൽ രാത്രേശ പശ്ചിമേയാമേ മുഹൂർത്തോ ബ്രാഹ്മവിച്ചത്, രാത്രിയുടെ പശ്ചിമയാമം. ഇതെല്ലാം പ്രമാണസഹിതം പറയാൻ വിശദീകരിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് മുഴുവൻ സമയമില്ല. 4 യാമം പകല്, 4 യാമം രാത്രി, ഇങ്ങനെ 8 യാമമാണ്. മൊത്തം 8 യാമമാണ്. രാത്രിയുടെ പേര് ത്രിയാമ എന്നതാണ്. 4 യാമം പകല്, 4 യാമം രാത്രി. അതിൽ 1 യാമം ഒഴിവാക്കിയിരിക്കുകയാണ്. ആദ്യ യാമത്തിൻ്റെ ആദ്യ പകുതി ചേഷ്ടാകാലമാണ്. ഒടുവിലത്തെ യാമത്തിൻ്റെ 2ാം പകുതി പ്രബോധനകാലമാണ്. രണ്ടും കൂടിയ 1 യാമം പകലിന് തുല്യമായിട്ട് കണക്കാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് രാത്രിയുടെ പേര് ത്രിയാമ. 4 യാമം രാത്രിയിലുണ്ട്, 1 യാമം ഒഴിവാക്കിയിരിക്കുകയാണ്. 1 യാമത്തിൻ്റെ പകുതി ഭാഗം, മറ്റേ യാമത്തിൻ്റെ പകുതി ഭാഗം. ഇത് ചേഷ്ടാകാലമാണ്. ഇത് രാത്രിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇനി വേറൊരർത്ഥം, 6 യാമങ്ങളാണ് മൊത്തമുള്ളത്. ശ്രീ, ദുർഗ, പാർവതി, ഗൗരി, ഭദ്രകാളി, സരസ്വതി. 24 മണിക്കൂർ, 4 വീതം. രാവിലെ 6 മണി മുതൽ 10 മണി വരെ ശ്രീയാമം. പിന്നെ 4 മണിക്കൂർ ദുർഗായാമം. ശ്രീ, ദുർഗ, പാർവതി. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 6 മണി വരെ പാർവതിയാമം. ശ്രീ, ദുർഗ, പാർവതി, ഈ 3 യാമങ്ങളാണ് പകല്. ശ്രീ, ദുർഗ, പാർവതി, ഗൗരി. വൈകുന്നേരം 6 മണി മുതൽ 4 മണിക്കൂർ 10 മണി വരെ ഗൗരിയാമമാണ്. ശ്രീ, ദുർഗ, പാർവതി, ഗൗരി, ഭദ്രകാളി. അടുത്ത യാമമാണ് ഭദ്രകാളി യാമം. അടുത്ത യാമമാണ് സരസ്വതി യാമം. ശ്രീ, ദുർഗ, പാർവതി, ഗൗരി, ഭദ്രകാളി, സരസ്വതി. അപ്പോൾ വെളുപ്പിന് 2 മണി മുതലാണ് 6 മണി വരെ സരസ്വതിയാമം. 2 മണി മുതൽ 6 മണി വരെയാണ് സരസ്വതിയാമം. ഈ പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ആകെ 6 യാമങ്ങളാണ്. പകല് ശ്രീ, ദുർഗ, പാർവതി, രാത്രി ഗൗരി, ഭദ്രകാളി, സരസ്വതി. സരസ്വതി യാമം തുടങ്ങുന്നത് വെളുപ്പിന് 2 മണി മുതലാണ്. ആ സരസ്വതി യാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആദ്യമേ ഞാൻ പറഞ്ഞ 3 മണി മുതൽ 3:48 വരെ. സരസ്വതി യാമത്തിൻ്റെ ക്ലൈമാക്സ്. ഈ സമയത്ത് സരസ്വതി നൃത്തം ചെയ്യുന്ന സമയമാണ് എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വിദ്യ തലയിലേക്ക് കയറ്റാൻ പറ്റിയ സമയം. വെളുപ്പിന് 3 മണി മുതൽ 3:48 വരെയുള്ള സമയം. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. ദേവന്മാർക്ക് ഒരു ദിവസം എന്ന സംഖ്യ, മനുഷ്യർക്ക് 365 ദിവസമാണ്. പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ 30 ദിവസമാണ്. ദേവന്മാരുടെ ഒരു ദിവസം മനുഷ്യരുടെ 365 ദിവസം. ദേവന്മാരുടെ ഒരു ദിവസത്തിൽ പകലെന്ന് പറയുന്നത് ദേവന്മാർക്ക് 6 മാസമാണ്. മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം. അതാണ് ഉത്തരായണം. പിന്നത്തെ 6 മാസമാണ് ദക്ഷിണായനം. മകരാദി രാശി ഷട്കെ അർക്കെ പ്രോക്തം ചെയ്വോത്തരായണം. മകരം മുതലായിരിക്കുന്ന 6 രാശികളിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയമാണ് ഉത്തരായണം. തത് ദേവദിവസാഹ, അതിനെയാണ് ദേവന്മാരുടെ ദിവസങ്ങളെന്ന് പറയുന്നത്.
ഈ സമയത്താണ് അഷ്ടബന്ധ കലശം, പ്രതിഷ്ഠ, നവീകരണ കലശം മുതലായിരിക്കുന്ന ദേവകാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഉത്തരായണ കാലത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഉത്തരായണ കാലത്ത് മരിക്കുന്നത് വളരെ വിശേഷമാണ്. അങ്ങനെ ഉത്തരായണത്തിൽ മരിക്കുവാൻ വേണ്ടിയാണ് ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ വെയിറ്റ് ചെയ്ത് കിടന്നത്. കാത്തുകെട്ടി കിടക്കുകയായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരായണം തുടങ്ങാൻ പോവുകയാണ്. അന്ന് നമുക്ക് മരിക്കാം. അതിൽ മരിക്കുന്നതിനും പ്രാധാന്യം കാണുന്നു. പിതൃക്കൾക്കെന്ന് പറയുന്നത് മനുഷ്യരുടെ 30 ദിവസമാണ്. അപ്പോൾ പിതൃക്കളുടെ രാത്രി എന്ന് പറയുന്നത് വെളുത്ത വാവ് കഴിഞ്ഞ് 15 ദിവസമാണ് പിതൃക്കളുടെ ഒരു രാത്രി. പിന്നത്തെ 15 ദിവസമാണ് പിതൃക്കൾക്ക് പകലായിട്ട് പറയുന്നത്. 15 ദിവസം കറുത്ത പക്ഷമാണ് പിതൃക്കൾക്ക് രാത്രി, 15 ദിവസം വെളുത്ത പക്ഷമാണ് പിതൃക്കൾക്ക് പകല്. അപ്പോൾ എല്ലാ മാസവും അമാവാസി തർപ്പണം ചെയ്യുന്നത് കൊണ്ട് പിതൃക്കൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്നു. അതാണ് സങ്കല്പം. അതുകൊണ്ടാണ് തർപ്പണം ചെയ്യുവാൻ പറയുന്നത്. അമാവാസി തർപ്പണം എല്ലാ മാസവും ചെയ്യുന്നത് കൊണ്ട് എല്ലാ ദിവസവും അവർക്ക് തർപ്പണം. തർപ്പണം എന്ന് പറയുന്നത് അരി വേവിച്ച് ചെയ്യുന്നതല്ല, പിതൃക്കൾക്ക് തൃപ്തി കിട്ടുന്നതാണ് തർപ്പണം. ശ്രാദ്ധം എന്ന് പറയുന്നത് ശ്രദ്ധയാ ക്രിയമാണം കർമ്മ ശ്രാദ്ധം. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ശ്രാദ്ധം. ആണ്ടുശ്രാദ്ധം എല്ലാ വർഷവും ആണ്ടുശ്രാദ്ധം ആചരിക്കുന്നു. ഈ പിതൃക്കൾക്ക് തൃപ്തി കിട്ടുന്ന 2 കർമ്മങ്ങളാണ് ശ്രാദ്ധവും തർപ്പണവും. ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തു പോരുക തന്നെ വേണം. ഒന്നിലെ ശ്രാദ്ധം ആചരിക്കണം, അല്ലെങ്കിൽ തർപ്പണം. ശ്രാദ്ധം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കർമ്മമാണ്. എൻ്റെ അച്ഛൻ മരിച്ച ശ്രാദ്ധം ഞാൻ എല്ലാ വർഷവും ഞാൻ ആചരിക്കുന്നുണ്ട്. അത് മിഥുനമാസത്തിലെ ഉത്രാട നക്ഷത്രമാണ് എൻ്റെ പിതാവിൻ്റെ ശ്രാദ്ധം. എൻ്റെ മാതാവിൻ്റെ കർക്കടക മാസത്തിൽ രേവതി. ഈ രേവതി ദിവസം ഞാൻ വേറെ ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. അന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തു കൊള്ളണം. ഇതൊരു സമ്പ്രദായമാണ്. വേറൊരു സമ്പ്രദായം, എല്ലാ മാസവും അമാവാസി തർപ്പണം ചെയ്യുന്നു. തർപ്പണത്തിൽ അരി വേവിക്കുന്നില്ല. ഉണക്കലരി, കദളിപ്പഴം, ശർക്കര, നെയ്യ്, തേൻ ഇവ കുഴച്ച് 5 പിണ്ടം വയ്ക്കുകയാണ്. മാതൃവംശേ കുലേ ജാത. എൻ്റെ അമ്മയുടെ വംശത്തിൽ മരിച്ചവർക്ക് ഞാൻ ഒരു ഉണ്ട. ആ 5 ഉണ്ടയ്ക്കും പ്രത്യേകം സങ്കല്പങ്ങളുണ്ട്. ഇത് തർപ്പണം. ഈ തർപ്പണം ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മരിച്ചുപോയ അമ്മയുടെ വംശത്തിൽപ്പെട്ടവർക്കും അച്ഛൻ്റെ വംശത്തിൽപ്പെട്ടവർക്കും എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ഇത് ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്കത് നമ്മുടെ ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാവില്ല. പകലിൻ്റെ വൈശിഷ്ട്യം കിടക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സൂര്യൻ ഏറ്റവും ബലമുള്ള സമയമാണ് 12 മണി, 12:30 സമയം. നല്ല വെയിലാണ്. ഈ ഉച്ച സമയത്തിന് വൈശിഷ്ട്യമില്ല പകലിന്. പകലിൻ്റെ വൈശിഷ്ട്യം കിടക്കുന്നത് രാത്രിയാണ്. അതെപ്പോഴാണ്? വെളുപ്പിന് 3 മണി മുതൽ 48 മിനിറ്റ്. പകലിൻ്റെ വൈശിഷ്ട്യം കിടക്കുന്നത് രാത്രി ബ്രാഹ്മമുഹൂർത്തത്തിലാണ്. ഇതാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യരുടെ ബ്രാഹ്മമുഹൂർത്തത്തിന് തുല്യമായിരിക്കുന്ന ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തമാണ് വൃശ്ചികം 1 മുതൽ ധനു 11 വരെ വരാൻ പോകുന്നത്. മനുഷ്യരുടെ ബ്രാഹ്മമുഹൂർത്തം ഞാൻ പറഞ്ഞു. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് 48 മിനിറ്റ് മുമ്പ് എന്ന് പറയുന്നത് ഒരു അർത്ഥസങ്കല്പമാണ്. അതിലും പ്രാധാന്യം കൊടുക്കേണ്ടത് വെളുപ്പിന് 6 മണിക്ക് ഉദയമാണെങ്കിൽ, രാവിലെ 6 മണിക്ക് ഉദയമാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വെളുപ്പിന് 3 മണി മുതൽ 48 മിനിറ്റ് വരെ, 3:48 വരെയാണ് മനുഷ്യരുടെ ബ്രാഹ്മമുഹൂർത്തമെങ്കിൽ അത് ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തം എങ്ങനെയാണ്? അതിനെ ത്രൈരാശികം ചെയ്യുക. ജ്യോതിശാസ്ത്രത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ദേവന്മാരുടെ പകലെന്ന് പറയുന്നത് മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം 6 മാസം. ദേവന്മാരുടെ രാത്രി എന്ന് പറയുന്നത് കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു. അങ്ങനെ വരുമ്പോൾ മനുഷ്യരുടെ ബ്രാഹ്മമുഹൂർത്തത്തിന് തുല്യമായിരിക്കുന്ന ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തം എപ്പോഴാണ്? വൃശ്ചികം 1 മുതൽ ധനു 11 വരെ. അപ്പോൾ ആ സമയത്താണ് ദേവന്മാർ പ്രാർത്ഥിക്കുന്ന സമയം. മനുഷ്യരോട് മഹർഷിമാർ പറയുന്നത് ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരണം, നിങ്ങൾ പഠിക്കണം. ദേവന്മാരെന്താണ് ചെയ്യുന്നത്? അവരെല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ദേവന്മാർ തപസ് ചെയ്യുന്നത്, വ്രതമനുഷ്ഠിക്കുന്നത് അവരുടെ ബ്രാഹ്മമുഹൂർത്തത്തിലാണ്. അതാണ് വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള ആ 41 ദിവസം. ദേവന്മാർ തപസ് ചെയ്യുന്ന സമയത്ത് മനുഷ്യരൻ തപസ് ചെയ്യുകയാണെങ്കിൽ ദേവന്മാരുടെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്നു. അതുകൊണ്ടാണ്
ആ 41 ദിവസം വ്രതമെടുക്കാൻ പറയുന്നത്. ഇവിടെ 40 ദിവസം വ്രതമില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ശ്രീഭൂതനാഥോപാഖ്യാനം ആ ഗ്രന്ഥത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മചാരി വ്രതങ്ങളില്ലാതെ മാം വന്നു കാണുന്നവർക്കൊന്നുമില്ല ഗുണം ആപണേ നിർധനൻ ചെന്ന് ഇങ്ങ് പോലാകുന്നു എന്നുള്ളതും നല്ല പോലെ ഓർക്കണം. അയ്യപ്പൻ പറയുകയാണ്, 40 ദിവസം വ്രതമില്ലാതെ നിങ്ങൾ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് 5 ദിവസം വ്രതം എടുത്തിട്ട് വരാം, 20 ദിവസം 30 ദിവസം വ്രതം എടുത്തിട്ട് വരാം. ഇങ്ങനെ ഇഷ്ടം പോലെ പേര് ഇവിടെ വരുന്നുണ്ട്. ഒരു പ്രയോജനവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. 40 ദിവസം വ്രതമില്ലാതെ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മാർക്കറ്റിൽ പോയി പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അതിൻ്റെ സഞ്ചിയും കവറുകളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോയി. അവിടെ ചെന്ന സമയത്ത് എൻ്റെ പോക്കറ്റിൽ നോക്കിയപ്പോൾ പൈസ എടുക്കാൻ മറന്നുപോയി. ഒന്നും മേടിക്കാതെ തിരിച്ചു പോരുന്ന പോലെയാണ് നിങ്ങൾ ശബരിമലയിലേക്ക് വ്രതമില്ലാതെ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് അയ്യപ്പൻ പറയുന്നതായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ഒന്നും കൂടി വായിക്കാം. ബ്രഹ്മചര്യാദി വ്രതങ്ങളില്ലാതെ മാം എന്നെ വന്ന് കാണുന്നവർക്കൊന്നുമില്ല ഗുണം, ഒരു ഗുണവും നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആപണേ, ആപണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ചന്ത. ആപണേ നിർധനൻ ചെന്ന്, പൈസ ഇല്ലാത്തൊരുത്തൻ ചെന്ന് ഇങ്ങ് ആകുമെന്നുള്ളതും പിന്നെയും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നല്ല പോലെ ഓർക്കണം. നിങ്ങൾ ഓർത്താൽ പോരാ, നല്ല പോലെ നിങ്ങൾ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഇനി അടുത്ത കൊല്ലം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ 40 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കുക. പ്രയോജനമുണ്ട് എന്ന് നമുക്ക് തോന്നും. അതെങ്ങനെയാണത്? ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ഈ ലഡു ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് അവർ ഊണ് കഴിക്കാൻ പോകുന്ന സമയത്ത് മോശം ലഡുവിൻ്റെ ഒരു മതിൽ കിട്ടും. ദേവന് നിവേദിക്കാനുള്ള ലഡു പ്രത്യേകം ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം ഇവർ ഊണ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഉറുമ്പുകൾ വരും. ദേവൻ്റെ ലഡു ഞങ്ങൾ തിന്നും എന്ന് പറഞ്ഞ് ഉറുമ്പുകൾ വരും. ഇങ്ങനെ ഉറുമ്പുകൾ ഈ ദേവന് നിവേദിക്കേണ്ട ലഡുവിൻ്റെ ഒരു ഭാഗം അവർ തിന്നിട്ട് കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യും വീട്ടിലുള്ളവർക്ക് കൊടുക്കാനായിട്ട്. ഇങ്ങനെ കട്ട കൊണ്ടുപോകണം കാണാൻ പറ്റും നമുക്ക്. ഇത് മനസ്സിലാക്കിയ ആ ലഡു ഉണ്ടാക്കുന്നവരെന്ത് ചെയ്യും? ഈ മോശം മധുരം കുറഞ്ഞ കുറേ ലഡു ഉണ്ട്, അതുകൊണ്ട് ഒരു ബൗണ്ടറി ഉണ്ടാക്കും. നല്ല ലഡു ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം ഒരു മതിൽ കെട്ടും, ബോർഡർ അല്ലെങ്കിൽ ബൗണ്ടറി. നല്ല ലഡു, ദേവന് നിവേദിക്കേണ്ട ലഡു സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി, അത് വളരെ സേഫ്റ്റി ആയിട്ട് വയ്ക്കാൻ വേണ്ടി ഒരു മതിൽ കെട്ടിയതിന് ശേഷം അവർ ഊണ് കഴിക്കാൻ പോകും. ഇവർ ഊണ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഉറുമ്പുകൾ ഇറങ്ങും. ഉറുമ്പുകൾ ഇറങ്ങിയതിന് ശേഷം ഈ മതിൽ കെട്ടിയിരിക്കുന്ന ലഡു തിന്നിട്ട് പോകും. ഞങ്ങൾ തിരുപ്പതി ഭഗവാന്റെ ലഡു തിന്നു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ പോകുന്നത് പോലെയാണ് നിങ്ങൾ 10 ദിവസം വ്രതമെടുത്ത് പോകുന്നവരെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്. അത് ഈ ഉറുമ്പുകളുടെ പോലെയാണ് നിങ്ങളുടെ സന്തോഷം. ആ ഉറുമ്പുകൾക്ക് സന്തോഷമുണ്ട്. അവർ ഒറിജിനൽ ലഡു അല്ല തിന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷത്രയം വ്രതിയായിട്ടിരിക്കണം. പക്ഷത്രയം എന്ന് പറഞ്ഞാൽ പക്ഷ 15 ദിവസം, ത്രയം 15 × 3 45 ദിവസം എന്ന് പറയുമ്പോൾ 41 ദിവസം നിങ്ങൾ ചെയ്തിരിക്കണം. അഷ്ടവിധമായ മൈഥുനത്യാഗവും പുഷ്ടഭക്ത്യ ചെയ്തു കൊള്ളണം. മത് പ്രിയൻ, മാലയിട്ട എൻ്റെ പ്രിയൻ ചില നിയമങ്ങൾ പാലിക്കാൻ പറയുന്നുണ്ട്. എന്താണത്? അഷ്ടവിധമായ മൈഥുനത്യാഗം, 8 തരത്തിൽ മൈഥുനം പറയുന്നുണ്ട്. അത് ത്യജിക്കണം. വീര്യധാരണം, ബ്രഹ്മചര്യം, ശുക്ലധാതുവിന് ച്യുതി വരാതെ സംരക്ഷിക്കണം. അപ്പോഴാണ് വീര്യമുണ്ടാകുന്നത്. ആ ബ്രഹ്മചര്യവ്രതത്തിൽ ഒരു കാരണവശാലും പുരുഷൻ്റെ ബീജം പുറത്തു പോകാൻ പാടില്ല. അത് സൂക്ഷിച്ചു കൊള്ളണം. വീര്യമേവ ബലം, ബലമേവ വീര്യം. ഛാന്ദോഗ്യോപനിഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. 8 വിധം മൈഥുനം എന്താണ് എന്ന് കഠരുദ്രോപനിഷത്തിൽ ഉപനിഷത്ത് ഋഷി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്ത്രീകളെ കാണുക. സ്ത്രീകളെ കാണാൻ പാടില്ല മാലയിട്ട് കഴിഞ്ഞാൽ. പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു സാധാരണ മനുഷ്യന് ആചരിക്കാൻ പറ്റുന്നവയല്ല. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ, ഇത് ചിന്തിക്കാൻ പോലും ന്യൂ ജൻ ഫാമിലിക്ക് പറ്റില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഈ പറയുന്നതൊന്നും ദഹിക്കുന്നവയല്ല, അവർ അനുസരിക്കുന്നതല്ല, അവർ അംഗീകരിക്കുന്നതല്ല. ഇവിടെ ഗ്രന്ഥങ്ങളിൽ എന്താണോ പറഞ്ഞു തന്നിരിക്കുന്നത് അത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരിക എന്ന് മാത്രമാണ് എൻ്റെ കർത്തവ്യം. ഇത് പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ സ്ത്രീകളെ കാണുക, സ്പർശിക്കുക, തൊടാൻ പാടില്ല, സ്ത്രീകളായിട്ട് സംസാരിക്കാൻ പാടില്ല, ഗോപ്യമായ കാര്യങ്ങളിൽ ചിന്തിക്കാൻ പാടില്ല,
ക്രീഡകളിൽ ഏർപ്പെടാൻ പാടില്ല. ഫുട്ബോൾ കളി, പന്ത് കളി, ബാഡ്മിൻ്റൺ കളി, ഷീട്ട് കളി ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാമോദ്ദീപക സങ്കല്പങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല. സ്ത്രീ സമാഗമത്തിന് പരിശ്രമിക്കാൻ പാടില്ല. സ്ത്രീ സമാഗമത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇവ ത്യജിക്കണമെന്നാണ് അയ്യപ്പൻ പറയുന്നത്. ഒന്നുകൂടി പറയാണ്, ഇതൊന്നും സാധാരണക്കാരന് പറ്റില്ല. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകളെ തൊടാതെ പറ്റുമോ? തൊട്ടാൽ എന്ത് ചെയ്യേണ്ടി വരും? വേണമെന്ന് വെച്ച് തൊട്ടാലല്ല, പെണ്ണ് ഇങ്ങോട്ട് വന്ന് തലയ്ക്ക് ഇടിച്ചാൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ കൈ കൊണ്ട് തടഞ്ഞു, ഞാൻ തൊട്ടുപോയി, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ വേണമെന്ന് വെച്ച് തൊട്ടതല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതും അവിടെ പറഞ്ഞിട്ടുണ്ട്. 9 ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. ആയുസ്, തേജസ്, ബലം, വീര്യം, ബുദ്ധിശക്തി, ഐശ്വര്യം, കീർത്തി, പുണ്യം, സജ്ജനങ്ങളുടെ പ്രീതി. ആയുസ്, തേജോ, ബലം, വീര്യം, പ്രജ്ഞ, ശ്രീശ്ച, മഹായശ, പുണ്യഞ്ച, സത്പ്രിയത്വഞ്ച വർദ്ധതേ ബ്രഹ്മചര്യ. ആ ബ്രഹ്മചര്യശുദ്ധി പാലിക്കുന്നത് കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ആ ഭക്തന് കിട്ടുന്നത്. ഈ ഇത്രയും കാര്യങ്ങളോട് കൂടിയാണ് നിങ്ങൾ എന്നെ കാണാൻ വരേണ്ടത്. അതാണ് അയ്യപ്പൻ പറയുന്നത്. സ്ത്രീകളെ തൊട്ടുപോയി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്ന് വീണു. ഞാൻ കൈ കൊണ്ട് തടഞ്ഞ സമയത്ത് അതിൻ്റെ ബ്ലൗസിൽ ഞാൻ തൊട്ടു. അതിൻ്റെ പുറകു ഭാഗം കുഞ്ചിൽ തൊടേണ്ടി വന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതവിടെ എഴുതി വച്ചിരിക്കുകയാണ്. പഞ്ചഗവ്യാധി ശുദ്ധി വരുത്തി കുളിച്ച് 101 ശരണം വിളിക്കണം. സ്വാമിയേ ശരണം അയ്യപ്പ, ഞാൻ പെണ്ണിനെ തൊട്ടുപോയേ എന്ന് പറഞ്ഞ് ശരണം വിളിച്ച് ആ ദോഷം കളയണമെന്നാണ് പറയുന്നത്. അയ്യപ്പന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ 36 മഹാശാസ്തു പൂജാകൽപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം മുതൽ ആരും ശബരിമലയ്ക്ക് പോകില്ല. എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നുള്ളൂ. മഹാശാസ്തു പൂജാകൽപ്പത്തിൽ 36 പറയുന്നുണ്ട്. അതിൽ ചിലത് മാത്രം ഞാനൊന്ന് പറയാം. പ്രധാനപ്പെട്ട 21 വായിക്കാൻ പോവുകയാണ്. ന്യൂ ജനറേഷൻ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ കേൾക്കാതിരിക്കാൻ നല്ലത്. മാലയിട്ടാൽ മാല അഴിക്കുന്നത് വരെ ക്ഷൗരം പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല, മീശ മുറിക്കരുത്, നഖം വെട്ടാൻ പാടില്ല, എണ്ണ തേച്ച് കുളിക്കരുത്, വെറ്റിലമുറുക്ക് പുകവലിവ പാടില്ല, മദ്യം, മാംസം, 8 തരത്തിലുള്ള മൈഥുനം നേരത്തെ പറഞ്ഞു, തൊടുക, സ്പർശിക്കുക അത് പാടില്ല, കോപം പാടില്ല, ദേഷ്യം കയറാൻ പാടില്ല, അസത്യം, കളവ് പറയാൻ പാടില്ല, മരിച്ച കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. മരിച്ച കർമ്മങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നെഗറ്റീവ് എനർജി അയ്യപ്പൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അയ്യപ്പൻ കറുത്ത വസ്ത്രം ധരിച്ച് നടക്കാൻ പാടുള്ളൂ. കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ കറുത്ത വസ്ത്രത്തിന് അബ്സോർപ്ഷൻ കൂടുതലാണ്, വെളുത്ത വസ്ത്രത്തിന് റിഫ്ലക്ഷൻ കൂടുതലാണ്. ഒരു കമ്പനിയുടെ 2 പെയിൻറ്റ്, കറുത്ത പെയിൻറ്റും വെളുത്ത പെയിൻറ്റും ഞാൻ മേടിച്ചു. 2 തുല്യമായ വസ്തുക്കളിൽ 2 പെയിൻറ്റും അടിച്ച് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണങ്ങുന്നത് കറുത്ത വസ്ത്രത്തിൻ്റെ പെയിൻറ്റ്, കറുത്ത നിറമായിരിക്കും. കറുത്ത നിറത്തിലുള്ള പശുവിന് പാലിന് ഗുണം കൂടും, അതിൽ വിറ്റാമിൻസ് കൂടുതലെന്ന് പറയാം. അപ്പോൾ കറുത്ത നിറം സൂര്യരശ്മിയെ പെട്ടെന്ന് ആകർഷിക്കുന്നു, നെഗറ്റീവ് എനർജി ആകർഷിക്കുന്നു. മരിച്ച വീട്ടിൽ നെഗറ്റീവ് എനർജിയാണ്. ഇത് കറുത്ത വസ്ത്രം ധരിച്ച ഞാൻ ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലേക്ക് കയറും. മരിച്ച വീട്ടിലേക്ക് മാലയിട്ട അയ്യപ്പന്മാർ പോകാൻ പാടില്ല. ആരെയും പരിഹസിക്കരുത്, കളിയാക്കാൻ പാടില്ല, കളിയാക്കി ചിരിക്കരുത്. ജാതകർമ്മം, പേരുവിളി മുതലായവയിൽ പങ്കെടുക്കാൻ പാടില്ല. അശുദ്ധിയുള്ള സ്ത്രീകൾ ഭക്ഷണം, നിവേദ്യതുല്യമായ ഭക്ഷണം ആണ് കഴിക്കേണ്ടത്. മെൻസസ് പീരീഡ് ആയ സ്ത്രീകൾ പാകം ചെയ്തത് കഴിക്കാൻ പാടില്ല. അയ്യപ്പൻ മാലയിട്ട അയ്യപ്പൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. തൊട്ടടുത്ത വീട്ടിൽ ഒരു കുട്ടി ജനിച്ചു, 28 പേരുവിളിയാണ്, നിങ്ങളെല്ലാവരും വരണമെന്ന് പറഞ്ഞ് മാലയിട്ട ഞങ്ങളുടെ വീട്ടിൽ അവർ വന്ന് പറഞ്ഞു. തൊട്ട അയൽവക്കം കൊണ്ട് ഞങ്ങളുടെ ആത്മസുഹൃത്തുക്കളാണ്, പോകാതെ പറ്റാത്ത അത്ര ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ മെൻസസ്സായ 2 സ്ത്രീകളാണ് അത് പാകം ചെയ്തത്. അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി ആ ഭക്ഷണത്തിലുണ്ടാവും. അതുകൊണ്ട് ഞാനത് കഴിക്കാൻ പാടില്ല, ഞാൻ പോകാൻ പാടില്ല. ഞാനത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ആത്മാവിന് നിത്യശാന്തി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കാരണവശാലും മരിച്ച വീട്ടിൽ പോകരുത്. 28 പേരുവിളി, കല്യാണം, മരിച്ച കർമ്മത്തിൻ്റെ സദ്യ, അടിയന്തരം, മാലയിട്ടവർ പോകാൻ പറ്റില്ല. ഭോഗപദാർത്ഥങ്ങളിൽ ആസക്തിയില്ലാതെ അല്പാഹാരം മാത്രം കഴിക്കണം. ഐസ്ക്രീം കഴിക്കരുത്, കേക്ക് കഴിക്കരുത്. ഐസ്ക്രീമിൽ മുട്ടയുണ്ട്, കേക്കിൽ മുട്ടയുണ്ട്. ഇനി വെജിറ്റേറിയൻ കേക്കാണെങ്കിലും കഴിക്കാൻ പാടില്ല. എഗ്ഗ് ലെസ് കേക്ക് കിട്ടും, എഗ്ഗ് ലെസ് ഐസ്ക്രീം കിട്ടും. അത് ഭോഗപദാർത്ഥമാണ്. മാലയിട്ടവർ കഴിക്കരുത്. അയ്യപ്പൻ തൻ്റെ ആത്മാവാണെന്ന് എപ്പോഴും ധ്യാനിക്കണം. ഞാൻ ജീവാത്മാവാണ്, അയ്യപ്പൻ പരമാത്മാവാണ്. ആ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് ഞാൻ എന്നെപ്പോഴും ഞാൻ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. യഥാശക്തി ദാനധർമ്മം ചെയ്യണം. പരദൂഷണം പാടില്ല. 2 സന്ധികളിലും കുളിച്ച് ഭസ്മം ധരിച്ച് ശരണം വിളിക്കണം. നാമജപം, പാട്ടുംവിളക്ക്, ദേശവിളക്ക് മുതലായവയിൽ പങ്കെടുക്കാം. ഇപ്പം ഇവിടെ ഒരു പാട്ടുംവിളക്ക് നടക്കുകയാണ്. ഞാൻ മാലയിട്ട ഒരു അയ്യപ്പനാണെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കാതെ എനിക്ക് ഇവിടെ വരാം. നിങ്ങളെന്നെ ക്ഷണിക്കേണ്ട കാര്യമില്ല. പാട്ടുംവിളക്ക്, ദേശവിളക്ക് ചെയ്യുന്ന സമയത്ത് ഏത് അയ്യപ്പനോ അവിടെ വരാം. ക്ഷണക്കത്തോ ഫോൺ വിളിച്ച് പറയുകയോ മൊബൈൽ വിളിക്കുകയോ ചെയ്യേണ്ട, ആർക്ക് വേണമെങ്കിലും വരാം. ഭക്ഷണവും കഴിക്കാം.
ആർത്തവം, നാടകം, സിനിമ മുതലായവ കാണരുത്. ആർത്തവം സംഭവിച്ച സ്ത്രീയെ തൊടുകയോ കാണുകയോ തീണ്ടുകയോ ചെയ്താൽ പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധി വരുത്തി 15 പ്രാവശ്യം ശരണം പിടിക്കണം. ഒരു സ്ത്രീയെ ഞാൻ തൊട്ടുപോയി, അത് അശുദ്ധിയുള്ള സ്ത്രീയായിരുന്നു, പിന്നെ പഞ്ചഗവ്യം കൊണ്ട് എന്നെ ശുദ്ധി വരുത്തിയതിന് ഞാൻ ശരണം പിടിച്ചോളണം. വ്രതകാലത്ത് ആർക്കും ജാമ്യം കൊടുക്കരുത്, അധികം ഉറങ്ങരുത്, മടിയനായിരിക്കരുത്, ആരെയും നിന്ദിക്കരുത്. ഇനി 15 കൂടിയുണ്ട്, അതിപ്പോൾ പറയുന്നില്ല, തൽക്കാലം കാര്യം മനസ്സിലായല്ലോ. ഈ 36 അനുഷ്ഠാനങ്ങൾ മാലയിട്ട അയ്യപ്പൻ നിഷ്കർഷയോടെ ആചരിക്കണം. ഇതിനെയാണ് മലനോൻപ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് മലനോൻപ്. ആ പുസ്തകത്തിൽ അങ്ങനെയാണ് പേരെഴുതിയിരിക്കുന്നത്, മലനോൻപ്. ആദ്യമായി പോകുന്ന ഭക്തൻ 41 ദിവസം വ്രതമെടുത്താൽ പോരാ, 51 ദിവസം വ്രതമെടുക്കണം. ഇതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. മാല ധരിക്കേണ്ടത് ഗുരുസ്വാമിയിൽ നിന്ന് മാല ധരിക്കാം, ഗുരുവിൽ നിന്നും ധരിക്കാം, ശാസ്താംകോവിൽ നിന്നും ധരിക്കാം, ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും ധരിക്കാം. ശനിയാഴ്ചയാണ് ഇത് ഏറ്റവും ഉത്തമം. ഇനി പേട്ടതുള്ളൽ. നമ്മൾ മാലയിട്ടതിന് ശേഷം ഇതൊരു 3 സ്റ്റെപ്പാണ്. മാലയിട്ടതിന് ശേഷം ഓരോ ദിവസവും ശരണം വിളിച്ച് ദൈവികമായിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നത് ഈ പേട്ടതുള്ളൽ വരെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ പേട്ടതുള്ളലോടുകൂടി വേറൊരു സ്റ്റേജിലേക്ക് നമ്മൾ വരികയാണ്. അതെങ്ങനെയാണത്? ശാസ്ത്രമോ ഒരു ഐതിഹ്യമോ ഉണ്ടായിരിക്കും. ഒരു ആചാരം ശബരിമലയുമായി ബന്ധപ്പെട്ടത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഒരു ആചാരം, ഒരു അനുഷ്ഠാനമോ ഉണ്ടായിരിക്കും. ഇത് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, ഇതെല്ലാം കഥകളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, കഥയുടെ പുറകെ പോകരുത്. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഈ പേട്ടതുള്ളൽ? ഇതൊരു അനുസ്മരണമാണ്. മഹിഷാസുരനെ ചണ്ഡികാദേവി വധിച്ചതിന് ശേഷം സഹോദരിയായ മഹിഷി കരംഭിക കരഞ്ഞുകൊണ്ട് ശുക്രാചാര്യരുടെ അടുത്ത് ചെന്നു. ദേവഗുരുവാണ് ബൃഹസ്പതി, അസുരഗുരു ശുക്രാചാര്യർ. അസുരന്മാരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ശുക്രാചാര്യനാണ്. എൻ്റെ സഹോദരനായിരിക്കുന്ന മഹിഷനെ ചണ്ഡികാദേവി കൊന്നുകളഞ്ഞിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. ശുക്രാചാര്യൻ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. വിന്ധ്യപർവ്വതത്തിൽ തപസ് ചെയ്തു. കഠിന തപസ്സിൽ പ്രീതനായിരിക്കുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. 4 കാര്യങ്ങളാണ് ചോദിച്ചത് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ. ഒന്ന്, ദേവന്മാരെ എനിക്ക് പരാജയപ്പെടുത്തണം. എൻ്റെ രോമകൂപത്തിൽ നിന്നും എന്നെപ്പോലുള്ള മഹിഷീഗണങ്ങൾ ജനിക്കണം. എൻ്റെ രോമകൂപത്തിൽ നിന്നും മഹിഷിമാരുടെ ഗണങ്ങൾ, കൂടുതൽ എണ്ണം മഹിഷികൾ ജനിക്കണം. എനിക്ക് സ്വർഗ്ഗലോകത്ത് വസിക്കണം. ഹരിയും ഹരനും സംഗമിച്ച് ജാതനാകുന്ന പുത്രൻ 12 വർഷം മനുഷ്യൻ്റെ ദാസനായി ഭൂമിയിൽ കഴിയുന്ന ബാലകന് മാത്രമേ എന്നെ വധിക്കാനാകൂ. ഈ വരങ്ങൾ നൽകിയാലും എന്നെ കൊല്ലണമെങ്കിൽ പുരുഷനായിരിക്കുന്ന ശിവനും പുരുഷനായിരിക്കുന്ന സ്ത്രീയും കൂടി, 2 പുരുഷന്മാർ കൂടി ചേർന്ന് സംഗമം ചേർന്നുണ്ടാകുന്ന പുത്രൻ, ഇത് സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള പുത്രൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചതിന് ശേഷം 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്നെ കൊല്ലാൻ സാധ്യമാവുകയുള്ളൂ. ഈ വരം എനിക്ക് തന്നാലും തഥാസ്തു. അങ്ങനെ അങ്ങോട്ട് വരം കൊടുത്തു. ആ കുട്ടിയാണ് ഇവിടെ അയ്യപ്പനായിട്ട് ജനിക്കുന്നത്. ഇതിനെല്ലാം പുറകിലും സത്യമുണ്ട്, ഒരു കഥയുണ്ട്. കഥയുടെ പുറകെ പോകരുത്, എന്നാലും കഥ മനസ്സിലാക്കിക്കൊള്ളുക. ദേവഗുരുവായ ബൃഹസ്പതി പറയുകയാണ്, മഹിഷിയുടെ രോമകുമങ്ങളിൽ നിന്നും അനേകായിരം മഹിഷങ്ങൾ ആ സമയത്ത് തന്നെ ഉത്ഭവിച്ചു. സ്വർഗ്ഗലോകത്തെത്തിയ എല്ലാവരും അസുരന്മാരും കൂടിച്ചേർന്നു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്ത് ഞങ്ങളെ പരാജയപ്പെടുത്തുക. ഈ മഹിഷി പറയുകയാണ്. മഹിഷിയും പടയും സ്വർഗ്ഗലോകത്തെ നന്ദനോദ്യാനത്തിലെ മന്ദാര വൃക്ഷങ്ങൾ വെട്ടിമുറിച്ചു. സ്വർഗ്ഗലോകത്തുള്ള വൃക്ഷങ്ങളൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ. അത്ര ശക്തിയാണ് ഇവർക്ക്. കോപിച്ച ദേവന്മാർ യുദ്ധം തുടങ്ങി. ദേവഗുരുവായ ബൃഹസ്പതി പറഞ്ഞു, മഹിഷിയെ നിങ്ങൾക്ക് കൊല്ലാനാകില്ല. ദേവഗുരുവിന് കാര്യം മനസ്സിലായി, ഈ സ്ത്രീയെ, മഹിഷിയെ കൊല്ലാൻ സാധ്യമല്ല. ഹരിഹരപുത്രനെ സാധിക്കൂ. ത്രിമൂർത്തികൾ ഒരുമിച്ച് ചേർന്ന് ഒരു മഹിഷി രൂപത്തെ ജനിപ്പിച്ചു. ബ്രഹ്മദേവൻ ആ മഹിഷത്തിന് സുന്ദര മഹിഷം എന്ന് പേര് കൊടുത്തു. അതൊരു പുരുഷ മഹിഷമായിരുന്നു, മറ്റത് സ്ത്രീ മഹിഷി. ഇങ്ങനെ സുന്ദര മഹിഷത്തെ തലോടി മഹാവിഷ്ണു പറഞ്ഞു, നീ സ്വർഗ്ഗലോകത്ത് ചെന്ന് മഹിഷിയെ കാമത്താൽ വശീകരിക്കുക. നിന്നിൽ ആകൃഷ്ടയായ അവളെ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അവളെ കാമദേവൻ അങ്ങയെ സഹായിക്കും. ദേവകാര്യത്തിനായി ഇപ്രകാരം ചെയ്ത് ഭഗവാൻ ഒടുവിൽ കേവലസ്വരൂപനായിരിക്കുന്ന ഞങ്ങളിൽ ചേരുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട മഹിഷം ത്രിമൂർത്തികളെ പ്രദർശനം ചെയ്ത് വന്ദിച്ചു. അതിനുശേഷം സുന്ദര മഹിഷം ദേവലോകത്തെത്തി. മഹിഷി മഹിഷത്തിൽ അനുരക്തയായി. മഹിഷ ദമ്പതിമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വനങ്ങളിൽ മതിച്ചു നടന്നു. ഈ സമയത്താണ് അയ്യപ്പൻ്റെ ജനനം. ഈ സമയത്ത് ഹരിഹര സംഗമത്തിൽ ശാസ്താവ് ജനിച്ചു. ഒരു ദിവസം മഹാദേവൻ ശാസ്താവിനെ വിളിച്ചു പറഞ്ഞു, മഹിഷിയുടെ അഹങ്കാരം നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ജനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി 12 വർഷം മനുഷ്യരോടൊപ്പം കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ ദക്ഷിണഭാഗത്തുള്ള പമ്പാ നദിയുടെ തീരത്തെത്തുക.
അവിടെ വനത്തിൽ മനുഷ്യശിശുവിൻ്റെ രൂപമെടുത്ത് കരഞ്ഞുകൊണ്ട് കിടക്കുക. എൻ്റെ ഭക്തരിൽ ഉത്തമനായ പാണ്ഡ്യവംശജാതനായ പന്തളൻ രാജാവ് അവിടെ വരും. രാജധാനിയിൽ 12 വർഷം കഴിയുമ്പോൾ മഹിഷിയുടെ അഹന്ത നശിപ്പിക്കുവാനുള്ള സമയം വരും. ഇപ്രകാരം പറഞ്ഞ് കണ്ഠത്തിലൊരു മണി ഇട്ടുകൊടുത്തു. ശാസ്താവിൻ്റെ കണ്ഠത്തിൽ ഭഗവാൻ മണി ഇട്ടുകൊടുത്തു. ശാസ്താവിൻ്റെ അവതാരമായി ആ കുട്ടി അവിടെ ജനിച്ച സമയത്ത് കണ്ഠത്തിൽ മണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രാജാവ് നായാട്ടിന് വന്ന സമയത്ത് പമ്പയിൽ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഈ കുട്ടിയെ നോക്കിയ സമയത്ത് ഇത് കഴുത്തിൽ മണിയുള്ള ഒരു ചെറിയ കുട്ടി അവിടെ കിടന്ന് കരയുകയാണ്. പെട്ടെന്ന് തന്നെ വിഷ്ണു ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷധാരിയായി വന്നു. രാജാവെ ഈ കുട്ടിയെ സ്വീകരിച്ചു കൊണ്ടുപോയിക്കുക, സ്വന്തം മകനെ പോലെ വളർത്തിക്കൊള്ളുക എന്നൊരു അശരീരി ഉണ്ടായി. അങ്ങനെയായി ഈ കുട്ടി ജനിക്കുന്നത്. ഇത്രയും അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഉള്ളൊരു കഥ കിടക്കുന്നുണ്ട്. അപ്പം പേട്ടതുള്ളലിന് അവിടെ സ്വർഗലോകത്ത് ഉപദ്രവം ചെയ്ത സമയത്ത് അവിടെ ഭഗവാൻ ഈ മഹിഷിയെ ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ മഹിഷം വന്ന് വീണ സ്ഥലമാണ് എരുമേലി. എരുമ വന്ന് വീണ സ്ഥലമാണ് എരുമേലിൽ. അത് പറഞ്ഞ് എരുമേലി എന്നായതാണ്. പേട്ടതുള്ളുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ദേവലോകത്തുണ്ടായ യുദ്ധത്തിൽ ഭഗവാൻ മഹിഷിയെ എടുത്തെറിഞ്ഞു. ശരീരം പതിച്ച ദിക്കിൽ ഭഗവാനും ചാടി. അവിടെ ശാസ്താവ് ചാടി എന്നും അയ്യപ്പൻ ചാടി എന്നും കഥയാണ്. പുറകെ പോകരുത്. ഏതോ ഒരു ഭഗവാൻ ചാടി. മഹിഷൻ ചാടിയതിൻ്റെ മുകളിൽ ഭഗവാൻ ചാടി. എരുമയുടെ മേലിൽ ഭഗവാൻ ചാടി. അതുകൊണ്ടാണ് എരുമേലിൽ എന്ന പേര് വന്നിരിക്കുന്നത്. അതാണിപ്പോൾ എരുമേലിയായി മാറിയത്. അവിടെ നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത്. ഭഗവാൻ എരുമയുടെ മഹിഷിയുടെ മുകളിൽ ചാടി ഭഗവാൻ നൃത്തം ചെയ്തതിൻ്റെ സ്മരണമാണ് നമ്മളിപ്പോൾ പേട്ടതുള്ളൽ എന്ന് പറയുന്ന ആചാരം അവിടെ അനുഷ്ഠിക്കുന്നത്. ഇതിൻ്റെ ഏതിൻ്റെയും പുറകിലൊരു ഐതിഹ്യമുണ്ടായിരിക്കും, ഒരു കഥയുണ്ടായിരിക്കും. ചിലത് നടന്ന കഥ തന്നെ ആയിരിക്കാനാണ് സാധ്യത. പേട്ടതുള്ളുന്നതിന് മുമ്പിൽ കാട്ടാള വേഷം ധരിക്കണം, കരിയും മഞ്ഞളും കൊണ്ട് പുള്ളി കുത്തണം, ശരക്കോല് കയ്യിലെടുക്കണം. അപ്പോൾ വനം ചവിട്ടുവാനുള്ള ശുദ്ധി കൈവരുന്നു എന്നതാണ് നിയമം. ആ ഭക്തനെ വന്യമൃഗങ്ങൾ ആക്രമിക്കുകയില്ല. ഭക്തൻ്റെ അഹങ്കാരം നശിക്കുകയും ചെയ്യുന്നു. പേട്ടതുള്ളാൻ വേണ്ടി വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ഞാൻ പേട്ടതുള്ളാൻ വന്ന സമയത്ത് എൻ്റെ മുമ്പിലാണ് ഒരു ജഡ്ജിയുള്ളത്. എൻ്റെ ഇടത്ത് ഭാഗത്താണ് ഒരു തന്ത്രി. ഗുരുവായൂരിലോ ചോറ്റാനിക്കൊരു തന്ത്രിയുടെ മകൻ, ഒരു തന്ത്രി എൻ്റെ ഇടത്ത് ഭാഗത്തുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ വലത്ത് ഭാഗത്താണ് ഒരു ശില്പശാസ്ത്രജ്ഞനായിരിക്കുന്ന ഒരാൾ. എൻ്റെ പുറകിലാണ് ഒരു വലിയ ഡോക്ടർ, ക്യാൻസറിനൊക്കെ ചികിത്സിക്കുന്ന വലിയ ഡോക്ടർ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പേട്ടതുള്ളാൻ വേണ്ടി ജഡ്ജിയുടെ മുഖവും ഈ കുങ്കുമം എല്ലാം തേച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. ഡോക്ടറുടെ മുഖവും വൃത്തികേടാക്കിയിട്ടുണ്ട്. ജഡ്ജിയും പിടിച്ചിട്ടുണ്ട് ഈ മരം കൊണ്ടുള്ള കോല്, ശരക്കോല്. അതിനുശേഷം പേട്ടതുള്ളുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജഡ്ജിക്ക് സെക്യൂരിറ്റി വേണം. ഇവിടെ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. ജഡ്ജി മാലയിട്ടത് ഉത്തർപ്രദേശിലാണെങ്കിലോ അമേരിക്കയിൽ വെച്ചാണ് ജഡ്ജി മാലയിട്ടെങ്കിൽ മാലയിടുന്ന സമയത്ത് തന്നെ അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങളാൽ ജഡ്ജി സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഉത്തർപ്രദേശിൽ വെച്ച് മാലയിട്ടു. എൻ്റെ സുഹൃത്ത് തിരുവനന്തപുരം, എൻ്റെ വേറൊരു സുഹൃത്ത് തൃശ്ശൂർ, എൻ്റെ വേറൊരു സുഹൃത്ത് കാസർഗോഡ്. എവിടെ വെച്ച് മാലയിട്ട് കഴിഞ്ഞാലും അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങൾ സംരക്ഷിച്ചു കൊള്ളണമെന്നത് നിയമമാണ്. പിന്നെ ആ ജഡ്ജിക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. സെക്യൂരിറ്റി അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. പേട്ടതുള്ളാൻ പോകുന്ന സമയത്ത് ഈ കരിയെല്ലാം വാരിത്തേച്ച് ശരക്കോല് പിടിച്ച സമയത്ത് എൻ്റെ അഹങ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു വലിയ ജഡ്ജിയാണ്, ഡോക്ടറാണ്, തന്ത്രിയാണ്. ഇതെല്ലാം പോയി ഞാനൊരു സാധാരണ ഭക്തനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. മാലയിട്ട് 40 ദിവസം വ്രതമെടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കയറാൻ പോകുന്നതാണ് ഈ പേട്ടതുള്ളൽ. അയ്യപ്പ, നിൻ്റെ അകത്തൊരു ഓങ്കാരമുണ്ട്. എൻ്റെ സ്വാമിയായിരിക്കുന്ന എൻ്റെ അകത്തും ഓങ്കാരമുണ്ട് അയ്യപ്പ എന്ന് നീ മനസ്സിലാക്കിക്കോളൂ. അയ്യപ്പ നിൻ്റെ അകത്തോം, സ്വാമി എൻ്റെ അകത്തോം. ഇത് പറഞ്ഞ് വികൃതമായതാണ്. അയ്യപ്പൻ തിന്തകത്തോം, സ്വാമി തിന്തകത്തോം. അതിൻ്റെ ആന്തരികമായി പറയുന്നത് നിൻ്റെ അകത്ത് ഓങ്കാരം, നീ പരമാത്മ ചൈതന്യമാണ്. നിൻ്റെ അംശമായിരിക്കുന്ന ജീവാത്മ ചൈതന്യൻ്റെ അകത്തും ഒരു ഓങ്കാരമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട്
പേട്ട തൊടുന്ന സമയത്ത് ഒരു എനർജൈസേഷൻ വരുന്നുണ്ട്, എന്തെന്നില്ലാത്തൊരു ഊർജ്ജം എൻ്റെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. ഇത് നിങ്ങൾ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ശബരിമലയിലേക്ക് പോകാത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. പേട്ട തുള്ളിയവർക്ക് ഇതിൻ്റെ അത് അറിയാൻ പറ്റുള്ളൂ. ആ പേട്ട തുള്ളുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കാട്ടാള വേഷം ധരിക്കണം, കരിയും മഞ്ഞളും കൊണ്ട് മുദ്ര കുത്തണം. ആ വാദ്യഘോഷ ലഹരിയിൽ ഭക്തൻ പറയുന്നത്, അയ്യപ്പ, പരമാത്മാവായിരിക്കുന്ന നിൻ്റെ അകത്ത് ഒരു ഓങ്കാരമുണ്ടെങ്കിൽ ജീവാത്മാവായിരിക്കുന്ന നിൻ്റെ അംശമായിരിക്കുന്ന എൻ്റെ അകത്തും ഓങ്കാരമുണ്ട്. ഈ സമയത്ത് സാവധാനത്തിൽ അവൻ്റെ കുണ്ടലിനി ശക്തിയുടെ ഉദ്ധാരണം സംഭവിക്കുന്നു. അവൻ്റെ അകത്തൊരു കുണ്ടലിനി ശക്തിയുണ്ട്, ഇത് ഉദ്ധരിക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ്? ഈ സമയത്ത് പേട്ടതുള്ള എന്ന ആചാരത്തോടു കൂടിയാണ് തത്വമസി എന്ന ലക്ഷ്യപ്രാപ്തിയുടെ ചവിട്ടുപടി കയറാൻ പോകുന്നത്. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, അതിലേക്ക് പ്രവേശിക്കാൻ ഞാൻ പോവുകയാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇത് പമ്പയിൽ എത്തിയ കഴിഞ്ഞ സമയത്ത് അവിടെ നമ്മൾ ഒരു തർപ്പണം ചെയ്യുന്നുണ്ട്. അതിനൊരാചാരമുണ്ട്. പമ്പയുടെ തീരത്ത് വെച്ച് അയ്യപ്പൻ തർപ്പണം ചെയ്തിട്ടുണ്ട്. കള്ളന്മാരെയും കൊള്ളക്കാരെയും അയ്യപ്പൻ നശിപ്പിച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുവാൻ വേണ്ടി അയ്യപ്പൻ തർപ്പണം ചെയ്തു എന്നാണ് പറയുന്നത്. ജഡായുവിനെ കൊന്നതിന് ശേഷം ശ്രീരാമൻ അവിടെ ശ്രാദ്ധമാചരിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവന്മാരും ഇത് ചെയ്ത് കാണിച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ തർപ്പണമോ ശ്രാദ്ധമോ നമ്മൾ ചെയ്തു കൊള്ളണം. ഇതാണ് അവർ നമുക്ക് പ്രായോഗികമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ഒരു സ്മരണ പുതുക്കുവാനും പിതൃകടം, നമ്മളുടെ പിതൃകടം വീട്ടുവാനുമാണ് നമ്മൾ പമ്പയിൽ തർപ്പണം ചെയ്യുന്നത്. പമ്പാസരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടു കവീന്ദ്രനും രാമായണത്തിൽ പറയുന്നുണ്ട്. ആ രാമായണമാണോ ഈ അവിടുത്തെ ശബരിയാണോ ഈ ശബരി എന്ന് ചിന്തിക്കേണ്ട, ഏതോ ഒരു ശബരി. ഭക്തരുടെ പാപങ്ങൾ കഴുകിക്കളയുകയാണ് പമ്പയിൽ കുളിക്കുന്ന സമയത്ത്. സ്നാനത്തിന് പ്രാധാന്യം. അത് കയ്യും കാലും കഴുകിയ പോരാ, അവിടെ മുങ്ങി കുളിക്കുക തന്നെ വേണം. അപ്പോൾ ആ പമ്പയുടെ പ്രാധാന്യം എന്താണ്? പമ്പാ വിളക്ക്, പമ്പാ സദ്യ, പമ്പാ പിതൃതർപ്പണം. 3 കാര്യങ്ങൾക്കാണ് പമ്പയ്ക്ക് മഹത്വം. പമ്പാ സദ്യയിൽ മണികണ്ഠസ്വാമി പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഭക്തിയുള്ള ഭക്തൻ്റെ കൂടെ അവിടെ അയ്യപ്പസ്വാമി ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഭക്തിയുള്ളത്. കൃത്യം 40 ദിവസം വ്രതം വേണം. പന്തളം രാജാവിന് അയ്യപ്പനെ ലഭിച്ചത് പമ്പാതീരത്ത് വെച്ചാണ്. കൊള്ളക്കാരെ കൊന്ന അയ്യപ്പൻ പമ്പയിൽ തർപ്പണം ചെയ്ത സ്മരണ നിലനിർത്തുവാൻ വേണ്ടിയും നമ്മുടെ പിതൃക്കളുടെ കടം വീട്ടുവാൻ വേണ്ടിയുമാണ് നമ്മൾ അവിടെ തർപ്പണം ചെയ്യുന്നത്. പമ്പയും പോഷക നദികളും പ്രതിവർഷം നമുക്ക് തരുന്നത് 1338 മെഗാവാട്ട് വൈദ്യുതിയാണ്. അത്ര പവർഫുൾ ആണ് പമ്പാ നദി. പമ്പാ സദ്യയിൽ ഒരു വരിയിൽ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യമുണ്ടായിരിക്കും. ഭക്തർ എല്ലാ അടുപ്പിൽ നിന്നും ഭസ്മം ശേഖരിച്ചു കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട് അവിടെ. പമ്പാ സദ്യ ദിവസം എല്ലാ അടുപ്പുകളിലും ഇത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ഭക്തന്മാർ ഒരു പാത്രത്തിൽ ചെറിയൊരു സ്പൂൺ കൊണ്ടുവന്നിട്ട് ആ ചാരം എടുത്തുകൊണ്ട് പോകും. അതെന്തിനു വേണ്ടിയാണ്? ഏതോ ഒരു അടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ അയ്യപ്പനുണ്ട്. ആ അയ്യപ്പൻ ഇരിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കുന്ന അയ്യപ്പന് ഉള്ള ആ അടുപ്പിൽ നിന്നുള്ള ചാരം എടുക്കാൻ വേണ്ടി. അത് ഏതാണെന്ന് നമുക്കറിയില്ല. അതിനുവേണ്ടിയാണ് ആ ആചാരം അന്ന് അവിടെ ചെയ്യുന്നത്. പമ്പാ സദ്യ ദിവസം നട്ടുച്ചയ്ക്ക് നക്ഷത്രം ആകാശത്ത് പറക്കുന്നു. ഇത് എല്ലാ ദിവസവും എല്ലാ വർഷവും സംഭവിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. ഇതും ഇതുവരെ നടന്നു വന്നിട്ടുണ്ട്. അടുത്ത പോലെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കറുത്ത വസ്ത്രം ധരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് കറുത്ത വസ്ത്രം ധരിക്കുന്നത്? മറ്റ് താല്പര്യങ്ങളോ ദേഹാഭിമാനമോ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കറുത്ത വസ്ത്രത്തിന് അഹങ്കാരമുണ്ടാവില്ല. ഭൗതിക ജീവിതത്തോട് വിരക്തി വരുത്തുവാൻ കറുപ്പ് നിറത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നത്. മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതിന് വിരക്തി വരണം. അതിനുവേണ്ടിയുള്ള വസ്ത്രധാരണം കറുത്ത വസ്ത്രമാണ്. വ്യത്യസ്തമായ ഊർജ്ജവത്കരണമാണ് പേട്ട തുള്ളുന്ന സമയത്ത്. അവിടെ വെളുത്ത വസ്ത്രം റിഫ്ലക്ഷനാണ്, മറ്റത് അബ്സോർപ്ഷനാണ്. എനർജി കൂടുതൽ മനുഷ്യ ശരീരത്തിലേക്ക് പ്രസരിക്കുന്നത് കറുത്ത വസ്ത്രത്തിൽ കൂടിയാണ്. അവിടെ പാദം ഭൂമിയിൽ ചെരുപ്പില്ലാതെയാണ് പേട്ട തുള്ളുന്ന സമയത്ത്. ആരുടെയും കാലിൽ ചെരുപ്പില്ല. അപ്പോൾ ഭൂമിയിൽ നിന്നും ഒരു എനർജി ആ അയ്യപ്പൻ്റെ ശരീരത്തിലേക്ക് വരുന്നു. അയ്യപ്പ തിന്തകത്വം. അവിടെ വാദ്യഘോഷ ലഹരിയാണത്. ഒരു ഭയങ്കര ചെണ്ടയും ബഹളമാണത് അവിടെ കൊട്ടുന്നത്. അപ്പോൾ ഒരു സൗണ്ട് എനർജൈസേഷനുണ്ട്. സൗണ്ട് എനർജൈസേഷൻ ആ ഭക്തൻ്റെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. ജിയോ തെർമൽ എനർജൈസേഷൻ വരുന്നുണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രം. മണ്ണുമായി ബന്ധപ്പെട്ടുള്ള എനർജി പേട്ട തുള്ളുന്ന സമയത്ത് ആ മാലയിട്ട അയ്യപ്പൻ്റെ കാലിൽ കൂടി പ്രസരിക്കുന്നുണ്ട് ശരീരത്തിലേക്ക്.
ശരണം വിളി എന്ന് പറയുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ജപിക്കുന്ന സമയത്ത് ശരണ എന്ന 3 അക്ഷരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ഒരിക്കൽ പരമശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരണമയ്യപ്പ ശരണമയ്യപ്പ, ആ ശരണം എന്ന പദം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏരിയൽ എനർജൈസേഷൻ, ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എനർജി ഊർജ്ജവത്കരണം, ഇതെല്ലാം. പിന്നെ കർപ്പൂരം കത്തിക്കുന്നുണ്ട്, അവിടെ കെമിക്കൽ എനർജൈസേഷൻ. അപ്പോൾ ഇത്രയും എനർജി 41 ദിവസം വ്രതമെടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് പേട്ടതുള്ളൽ എന്ന ക്രിയയിലാണ്. ഇനി ഞാൻ പേട്ടതുള്ളലിന് ശേഷം ഞാനാവുന്ന അയ്യപ്പൻ 18ാം പടി കയറുവാനുള്ള അധികാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ മുകളിലേക്ക് കയറാൻ BA ഡിഗ്രി പാസ്സായി എന്ന് പറയുന്ന പോലെ. MA ഡിഗ്രി പാസ്സാവണമെന്നുണ്ടെങ്കിൽ 18 പടി കയറണം. ഇപ്പോൾ ഞാൻ BA പാസ്സായി എന്ന് പറയുന്നത് പോലെയുള്ള ഒരാചാരമാണത്. പമ്പാ സ്നാനം എല്ലാം കഴിഞ്ഞു. ഇനി കല്ലിടാംകുന്നിലാണ് മഹിഷിയുടെ ശവക്കല്ലറ, അഴുതമേട്ടിലാണെന്ന് പറയപ്പെടുന്നു. മഹിഷി മരിച്ചിട്ടത് ശവമടക്കിയതാണ് അഴുതമേട്. അവിടെയാണ് കല്ലിടാംകുന്നെന്ന സ്ഥലം. മഹിഷിയുടെ ദേഹം സംസ്കരിച്ച ഈ സ്ഥലത്ത് എപ്പോഴും കൃത്തികമാർ എന്ന ദേവതമാർ വാസം ചെയ്യുന്നുണ്ട്. ആ കല്ലിടുന്നതിന് ഒരു ആചാര പ്രാധാന്യം അതിൻ്റെ ആന്തരികമായിട്ട് പുറയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്ക് ആഹാരത്തിനായി പരമശിവൻ കൽപ്പിച്ചതാണ് പാഷാണം. ആ കല്ലിടാംകുന്നിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന മലരിൻ്റെ എറിയാൻ പാടില്ല. നിങ്ങൾ കൊണ്ടുപോകുന്ന നാളികേരം അവിടെ എറിഞ്ഞ് പൊട്ടിക്കാൻ പാടില്ല. നിങ്ങൾ കൊണ്ടുപോകുന്ന ചന്ദനത്തിൽ എറിയാൻ പാടില്ല. അവിടെ കല്ലാണ് ഇടേണ്ടത്. കല്ല് ഇവരുടെ ഭക്ഷണമാണെന്നാണ് പറയുന്നത്. ഭക്തന്മാർ കൊടുക്കുന്ന കല്ലാണ് അവിടെയുള്ള കൃത്യകമാർ എന്ന് പറയുന്ന ദേവതമാർ ഭക്ഷിക്കുന്ന അവരുടെ ഭക്ഷണം. കല്ലിട്ട് തൊഴുതു പോകണം. പിപ്പലാദ സമുത്പന്നെ കൃത്യേ ലോകഭയങ്കരി, ഇതിനെല്ലാം മന്ത്രമുണ്ട്. ഈ മന്ത്രമൊന്നും സാധാരണ അയ്യപ്പന്മാർ അറിയണമെന്നില്ല. അതിലും വലിയ മന്ത്രമാണ് അവരുടെ സ്വാമിയെ ശരണമയ്യപ്പ. പാഷാണം തേ മയാദത്തം ആഹാരാർത്ഥം പ്രകൽപ്പിതം, ആഹാരാർത്ഥം പ്രകൽപ്പിച്ചിരിക്കുന്നു. ഇനി ശരംകുത്തിയാൽത്തറ, വനത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നാണ് ശരംകുത്തിയാൽത്തറ. അവിടെ അസ്ത്രഭൈരവൻ എന്ന ദേവത വസിക്കുന്നു. ഗദ, ശരം എന്നിവയാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. ശരമസ്ത്രം ഇതെല്ലാം ആഗ്രഹിക്കുന്ന ദേവതയാണ് അവിടെയുള്ളത്. നമ്മുടെ സമയം അതിക്രമിക്കുന്നു എങ്കിൽ ഇപ്പോൾ തൽക്കാലം നിർത്താം. എനിക്കത് 9 മണിയുടെ ട്രെയിനിന് പോകേണ്ടതാണ്. ഇപ്പോൾ സമയം എത്രയും ഇത് പാസ് 27. ആ സമയത്തൊന്ന് പറഞ്ഞാൽ മതി, ഒന്നിവിടെ നിന്ന് നിന്നാൽ മതി. ശരംകുത്തി ആൽത്തറയിൽ നാളികേരം ഉടയ്ക്കണം. അവിടെ ഒരു നിയമമുണ്ട്. എല്ലാ സ്ഥലത്തും നാളികേരം ഉടയ്ക്കേണ്ട കാര്യമില്ല. അത് അവിടുത്തെ ആചാരമാണ്. പല ദേവതമാരുടെയും അനുഗ്രഹം കിട്ടിയതിന് ശേഷം മാത്രമേ 18ാം പടി കയറുവാൻ പാടുള്ളൂ. തീർത്ഥാടനത്തിനിടയിൽ പല ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്ത് അനുഗ്രഹം വാങ്ങിയതിന് ശേഷമേ കയറാൻ പാടുള്ളൂ. ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ചോറ്റാനിക്കര തൊഴുതു, വൈക്കത്ത് തൊഴുതു, ഏറ്റുമാനൂർ തൊഴുതു, ഗുരുവായൂർ തൊഴുതു. ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് കിട്ടണം, എന്നാലേ 18 പടി കയറാനുള്ള അധികാരി ഞാനാവുകയുള്ളൂ. ഇവരൊക്കെ അനുഗ്രഹം വേണം. അത്ര പവർഫുള്ളാണ് അവിടെ ഇരിക്കുന്ന ആൾ. 18 പടികളുടെ ധ്യാനം മഹാസാരങ്ങൾ അടങ്ങിയതും ശാസ്താവിനെ ദർശിക്കാൻ സഹായകമായതും ശുദ്ധവും ഉത്കൃഷ്ടവുമായ സന്നിധാനത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നൊരു പ്രത്യേകം ധ്യാനമുണ്ട്. 18 മഹാസാരം ശാസ്ത്ര ദർശനദായകം വിദിതം ശുദ്ധമുത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം. ആ 18ാം പടി കയറുന്ന സമയത്ത് 2 വശങ്ങളിലും 2 ദേവതമാരുണ്ട്. ഇടതുവശത്താണ് ആദ്യ പടി ചവിട്ടരുത്, ഇടത് കാല് വെച്ച് ആദ്യം കയറാൻ പാടില്ല. അവിടെ നിയമങ്ങളുണ്ട്. പുറം തിരിഞ്ഞ് ഇറങ്ങാൻ പാടില്ല. 2 ദേവത സങ്കല്പമുണ്ട്. സത്യം, ധർമ്മം എന്നീ 2 ദേവതകൾ 2 വശങ്ങളിലുമുണ്ട്. 18ാം പടിയുടെ 2 വശങ്ങളിലും ഒന്ന് സത്യദേവത, ഒന്ന് ധർമ്മദേവത. ഈ 2 ദേവതമാർക്കും ഋഷി, ഛന്ദസ്, ധ്യാനം, ദേവത എല്ലാമുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല. നമുക്കവിടെ ശരണം വിളി മാത്രം മതി. ഇടത്ത് മഹാശാസ്ത്രപരദേവതയെ ധർമ്മസ്വരൂപായ അഷ്ടാദശാധിപായ സ്വാഹ, ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം വേണം കയറാൻ. ഇങ്ങനെ വലത്തു ഭാഗത്ത് മന്ത്രമുണ്ട്. നമ്മളിതൊന്നും അറിയണ്ട. തേങ്ങയിൽ നെയ്യ് നിറയ്ക്കണം. പ്ലാസ്റ്റിക് ശീലമൊന്നും വരാൻ പാടില്ല. തൃപ്പടി ചവിട്ടിക്കയറുന്ന സമയത്ത് ഭക്തനായ അയ്യപ്പനുണ്ടായ മാനസികമായിരിക്കുന്ന ബോധതലത്തെ കായികമാക്കുവാൻ വേണ്ടിയാണ് തേങ്ങയിൽ നെയ്യ് കൊണ്ടുപോയി അഭിഷേകം ചെയ്യുന്നത്. മാനസികമായിരിക്കുന്ന ഒരു ഭാവമുണ്ട്, അത് കായികമാക്കി മാറ്റണം. തേങ്ങയിൽ കൊണ്ടുവരുന്ന നെയ്യ് അഭിഷേകം ചെയ്യുന്നത് എന്ന് പഴമക്കാർ പറയുന്നു. കെട്ട് നിറയ്ക്കുന്ന സമയത്ത് തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്ന കർമ്മം വളരെ ഭക്തിയോടുകൂടി ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അയ്യപ്പനായ ഭക്തൻ്റെ ജീവൻ്റെ പ്രാണൻ്റെ പ്രതീകമാണ് നെയ്യ്. ആ തേങ്ങയുടെ അകത്തിരിക്കുന്ന നെയ്യ് ഭക്തൻ്റെ ആത്മാവാണ്. വെളുത്ത ഭാഗവും ചിരട്ടയും ഭക്തൻ്റെ
ശരീരമാണ്, ഭൗതികമായ ശരീരം, മറ്റത് ആത്മാവ്. അപ്പോൾ ജീവാത്മാവാകുന്ന നെയ്യ് ഞാൻ അഭിഷേകം ചെയ്യുന്നത് വഴി പിന്നെ തേങ്ങയുടെ ബാക്കി ഭാഗം ഡെഡ് ബോഡിയായി മാറി. ഇതെൻ്റെ ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡി ഞാൻ എന്ത് ചെയ്യണം? അവിടെ ആഴിയിൽ അവിടെ കത്തിച്ച് ഡെഡ് ബോഡി ദഹിപ്പിക്കണം. ഈ ദഹിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം കൂടി തൂക്കി വിറ്റ് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് എന്തുമാത്രം ലാഭം കിട്ടും. ആചാരമാണത്. എൻ്റെ ഡെഡ് ബോഡി ഞാൻ ദഹിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പടിയിറങ്ങേണ്ടത്, അല്ലെങ്കിൽ ബോഡി അവിടെ കിടക്കും. ജീവാത്മാവും നെയ്യെന്ന് പറയുന്നത് ജീവാത്മാവാണ്. അത് അഭിഷേകം ചെയ്യുന്നത് വഴി ജീവാത്മാവും പരമാത്മാവും ലയിച്ചു ചേർന്ന് കഴിഞ്ഞു. പിന്നെ ഡെഡ് ബോഡി ദഹിപ്പിക്കണം. ആഴിയിൽ ഇതിന് പ്രത്യേകം പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് മന്ത്രമുണ്ട്. ഇനി തേങ്ങയിൽ ദേവതമാരുണ്ട്. കേരമൂലെ സിതാബ്രഹ്മ, കേരമധ്യേ മാധവ, കേരകണ്ഠെ സിതാശംഭു, കേരാഗ്രേ സർവ്വദേവതാഹ. നാളികേരത്തിൽ 6 ദേവതാസങ്കല്പങ്ങളുണ്ട്, ത്രിമൂർത്തികളുണ്ട്, അവരുടെ പത്നിമാരുണ്ട്. സരസ്വതി, ലക്ഷ്മി, പാർവതി എല്ലാം തേങ്ങയിലുണ്ട്. അതുകൊണ്ടാണ് തേങ്ങ എടുക്കാൻ പറയുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താൻ സമയമായിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. അവിടെ മുദ്ര പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം. ശരണം വിളിക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഓരോ അക്ഷരത്തിനും പ്രാധാന്യമുണ്ട്. ആ കയ്യിൽ കൂടി വരുന്നത് ആധ്യാത്മികമായിരിക്കുന്ന ചൈതന്യമാണ്. സമയമായ 5 മിനിറ്റ്. ഇവിടെ വ്യത്യസ്തമായിരിക്കുന്ന അനവധി ധർമ്മശാസ്ത്ര സങ്കല്പങ്ങളുണ്ട്. ഭാര്യയോടുകൂടി പ്രഭ, സത്യവതി ഭാര്യമാരോട് കൂടിയുണ്ട്. പിന്നെ പൂർണ്ണ പുഷ്കല, ഭാര്യയോട് 2 ഭാര്യമാരോട് കൂടിയ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്. പ്രഭ, സത്യകൻ, മകനും ഭാര്യയും കൂടിയ അയ്യപ്പ സങ്കല്പമുണ്ട്. പിന്നെ നൈഷ്ഠിക ബ്രഹ്മചാരി സങ്കല്പമാണ് ശബരിമല. വ്യത്യസ്തമായ ധ്യാനങ്ങളുണ്ട്. ഈ വ്യത്യസ്തമായ മൂലമന്ത്രങ്ങളുണ്ട്. ഇതിൽ ശബരിമലയിലേത് നമ്മളത് നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവത്തിലുള്ള അയ്യപ്പ വിഗ്രഹമാണ്. ഓമല്ലൂർ രക്തകണ്ഠസ്വാമിയാണ്. തകഴി ശാസ്താവ് വൈദ്യനാഥ സങ്കല്പമാണ്. ചമ്രവട്ടത്ത് തിരുനാവായക്കാരുടെ രക്ഷാദേവതയാണ്. നിറം കൈതക്കോട്ട ശാസ്താവ് പരപ്പരങ്ങാട് രാജകുടുംബത്തിലെ കുലദേവതയാണ്. വ്യത്യസ്തമായ ആചാരങ്ങളും ധ്യാനങ്ങളുമുണ്ട്. കുമാരനെല്ലൂർ വേട്ടയ്ക്ക് പോകുന്ന വേട്ടക്കാരനാണ്. തിരുവനന്തപുരത്തൊരു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു അയ്യപ്പനെ കാണാം. അവിടെ ഐശ്വര്യശാസ്താവിന് മാത്രമാണ് താടിയും മീശയും ഉള്ളത്. ആ ശാസ്താവിന് താടിയും മീശയുമുണ്ട്. അപ്പോൾ എല്ലാ ശാസ്താവും ഒന്ന് തന്നെയല്ല. ഇവിടെ യോഗവട്ടം ധരിച്ചിട്ടുണ്ട്. അന്തസ്സത്ത ജ്ഞാനമുദ്രയിലാണ്. ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് മുദ്ര, ദേവന്മാർക്ക് സന്തോഷം കൊടുക്കുന്നതാണ് മുദ്ര. തള്ളവിരൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. തള്ളവിരൽ പരമാത്മാവാണ്, ജീവാത്മാവാണ് ചൂണ്ടുവിരൽ. ഈ 2 ആത്മാക്കളുടെയും ഐക്യം സ്ഥാപിക്കുവാൻ വേണ്ടി ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ലയിച്ചു ചേരണമെങ്കിൽ നമുക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഒഴിവാക്കണം. ഗുണരഹിതനായി മാറിയാൽ മാത്രമേ അർജുന ഈശ്വര സാക്ഷാത്കരിക്കൂ. അപ്പോൾ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവുമാവുന്ന ഈ 3 വിരലാണ് തൊടാതെ നിൽക്കുന്നത്. ഗുണരഹിതനായിട്ട് നിന്നാൽ മാത്രമേ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ലയിച്ചു ചേരുക എന്ന ഭാവം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ട്രെയിനിൻ്റെ സമയമായതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇതിനവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട്, ഈ പ്രഭാഷണം ഇത്രയും സമയം കേട്ടിരുന്ന സദസ്സിലുള്ള എല്ലാ ഭക്തജനങ്ങളോടും ഹൃദയംഗമമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ പറയാൻ പറ്റിയിട്ടില്ല. എന്നാലും ഏകദേശം കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ. ഇത്രയും ഗൗരവമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.